സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ നമ്മുടെ റാപ്പിഡ് റിവിഷൻ സീരീസിന്റെ ലാസ്റ്റ് ലാപ്പിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് DHIC ഫസ്റ്റ് ഇയർ പേപ്പർ 5. ഓക്കെ, ഈ പേപ്പറിൽ നമുക്ക് ഏതൊക്കെ പോർഷൻസ് പഠിക്കാനുള്ളത്? പബ്ലിക് ഹെൽത്ത് ആൻഡ് പ്രൈമറി ഹെൽത്ത് കെയർ, ജോബ് റെസ്പോൺസിബിലിറ്റി, റെക്കോർഡ്സ് ആൻഡ് റിപ്പോർട്ട്സ്. ഈ പബ്ലിക് ഹെൽത്തിൽ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് ആണ് ഇതൊക്കെ. ഫാമിലി പ്ലാനിങ്, ഡെമോഗ്രഫി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് പ്രീവിയസ് ഇയറിലൊക്കെ എസ് ആയിട്ട് സ്ഥിരം കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫാമിലി പ്ലാനിങ്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ്, റിപ്പീറ്റഡ് ആയിട്ട് 5 മാർക്കിന് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഡെമോഗ്രഫിക് സൈക്കിൾ, MTP ആക്ട്, ഹോർമോണൽ കോൺട്രസെപ്റ്റീവ്സ്, ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ, ബ്രസ്റ്റ് ഫീഡിങ്, WHO-യും യുണിസെഫും, പിന്നെ സ്കൂൾ ഹെൽത്ത് സർവീസസ്, ഫങ്ഷൻസ് ഓഫ് PHSC, എലിജിബിൾ കപ്പിൾ, റെക്കോർഡ്സ് ആൻഡ് റിപ്പോർട്ട്, പോപ്പുലേഷൻ പോളിസി 2000, പ്രൈമറി ഹെൽത്ത് കെയറിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ആശ ഒരു തവണ 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ആശയെ കുറിച്ച് പറയാനാണെങ്കിൽ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ. എന്താ ആശ എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് ആണ്. പിന്നെ ആശയുടെ നമ്മൾ എലിജിബിലിറ്റി എത്രയാ, ഏജ് എന്ന് പറയുമ്പോൾ 25 to 45 ആണ് ആശയുടെ ഏജ് ഗ്രൂപ്പ് പറയുന്നത്. പിന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ 8th ഗ്രേഡ് വരെയാണ് പറയുന്നത്. പിന്നെന്താ, 1000 പോപ്പുലേഷൻ ആണ് ഒരാശ, 1000 പേർക്ക് ഒരാശ, അതാണ് കണക്കുകൾ. ഓക്കെ, ഇപ്പൊ ടെക്സ്റ്റ് ഇതിൽ എന്തായാലും ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മാത്രം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നിങ്ങൾ ഏതൊക്കെ എവിടെ നിന്നൊക്കെ പഠിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ എന്തായാലും ഈ പോർഷൻസ് ഒക്കെ ടെക്സ്റ്റ് വായിക്കണം. ഓക്കെ, ടെക്സ്റ്റ് എന്തായാലും ചെറിയ പാർക്കെങ്കിൽ ചെറിയ പാർക്ക് ഒരു റൗണ്ടെങ്കിലും വായിച്ചു വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എക്സ്ട്രാ പോയിന്റ്സ് ആഡ് ചെയ്യാനും 5 മാർക്കിനൊക്കെ ചോദിക്കുമ്പോൾ കൂടുതൽ പോയിന്റ്സ് ആഡ് ചെയ്ത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ക്ലാസ് മാത്രം വെച്ചിരുന്നു കഴിഞ്ഞാൽ കിട്ടില്ല. ജസ്റ്റ് പഠിക്കേണ്ട ഏരിയാസ് ഏതൊക്കെയാ, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ എസ്എ ക്വസ്റ്റ്യൻസ് നോക്കാം, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതും ഇമ്പോർട്ടന്റ് ആയതും. ഫസ്റ്റ് തന്നെ ഫാമിലി പ്ലാനിങ്, അതിൽ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒരു കാരണവശാലും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, കാരണം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ചിലപ്പോൾ എസ്എ ആയിട്ട് ചോദിച്ചില്ലെങ്കിലും ഇതിലെ പലതും എടുത്തിട്ട് 5 മാർക്കിനെങ്കിലും ചോദിക്കാം. ഓക്കെ, സോ ഫാമിലി പ്ലാനിങ് വെരി വെരി ഇമ്പോർട്ടന്റ് പോർഷൻ ആണ്. നെക്സ്റ്റ് പ്രൈമറി ഹെൽത്ത് കെയർ, അതിന്റെ എലമെന്റ്സും പ്രിൻസിപ്പിൾസും. ഇതിൽ ഏതെങ്കിലും ഒന്ന് 5 മാർക്കിനായിട്ട് ചോദിക്കും, അല്ലെങ്കിൽ എസ്എ ആയിട്ട് തന്നെ രണ്ടും കൂടെ ചോദിക്കും. പിന്നെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് JHI, നമ്മൾ കയ്യിൽ നിന്നൊക്കെ ഇട്ട് എഴുതാൻ പറ്റുന്ന ഒരു പോർഷൻ കൂടിയാണ് ജോബ് റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, അത് എസ്എ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഫങ്ഷൻസ് ഓഫ് സബ്സെൻഡർ ആൻഡ് PHC, അതും കൂടെ വായിച്ചു വെക്കണം. സോ നമുക്ക് നേരെ ഓരോരോ പോർഷൻ ആയിട്ട് പോവാം. സോ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് WHO നെ കുറിച്ച് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. WHO 5 മാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ അതിന്റെ ഫുൾ ഫോം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഇതെന്നാ നിലവിൽ വരുന്നത്? April 7, 1948. ഓക്കെ, 1948 ജനീവയിലാണ്, അതായത് സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് എന്ത് വരുന്നത്? WHO നിലവിൽ വരുന്നത്. April 7 ഇത് നിലവിൽ വന്നുകൊണ്ട് തന്നെ നമ്മൾ April 7 എന്തായിട്ട് ആചരിക്കുന്നു? വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ട് ആചരിക്കുന്നു. ഓക്കെ, പിന്നെ ഇത് WHO ആക്ടിവിറ്റീസ്, എന്തൊക്കെ പണിയാണ് WHO ചെയ്യുന്നത്? പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് സ്പെസിഫിക് ഡിസീസ്, പിന്നെ കോംപ്രഹെൻസീവ് ഹെൽത്ത് സർവീസസ്, പിന്നെ ഫാമിലി ഹെൽത്ത്, പിന്നെ എൻവയോൺമെന്റൽ ഹെൽത്ത്, പിന്നെ ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സ്. ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ, അതിനാണ് ഈ ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിന്റെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ മാത്രമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പിരമിഡ് വരച്ചു വെക്കുക. ഏതൊക്കെയാ? ഈ 3 കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് സെക്രട്ടേറിയറ്റ്, എക്സിക്യൂട്ടീവ് ബോർഡ്, വേൾഡ് ഹെൽത്ത് അസംബ്ലി. ഇതിൽ ഏറ്റവും മേലെ വരുന്നതാണ് വേൾഡ് ഹെൽത്ത് അസംബ്ലി. അതിനെ സുപ്രീം ഗവേണിംഗ് ബോഡി ഓഫ് WHO എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് വേൾഡ് ഹെൽത്ത് അസംബ്ലി, വൺ വേർഡ് ആയിട്ടും ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് എക്സിക്യൂട്ടീവ് ബോർഡ്, അതിന് താഴെയായിട്ട് ആരുണ്ട്? സെക്രട്ടേറിയറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിന്റെ ഒരു പവർ പോവുകയാണെങ്കിൽ താഴേന്ന് മേലോട്ട്. ഓക്കെ, ഇങ്ങനെയാണ് അതിന്റെ പവർ പോകുന്നത്. ഓക്കെ, ഇതിൽ ഓരോന്നും വേൾഡ് ഹെൽത്ത് അസംബ്ലിനെ കുറിച്ചും ടെക്സ്റ്റിൽ പറയുന്ന സബ് സെന്റർ. PHSCയുടെയും സബ് സെന്റേഴ്സിന്റെയും ഫംഗ്ഷൻ ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ,
ട്രീറ്റ്മെന്റ് ഓഫ് മൈനർ അലൈൻമെന്റ്സ്, ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ ട്രീറ്റ്മെന്റ്. ഓക്കെ. നെക്സ്റ്റ് MCH സർവീസസ്, അതായത് മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് സർവീസസ്. പിന്നെ ഫാമിലി പ്ലാനിങ്, ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ചെറിയ ചെറിയ ടോപ്പിക്സിനെ കുറിച്ച് നമ്മൾ എല്ലാവർക്കും ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കും അല്ലെ, സബ് സെന്ററിൽ. അതാണ് ആ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ആണ് പ്രൈമറി ഹെൽത്ത് സെന്റർ, അതായത് PHCയുടെ ഫംഗ്ഷൻ. മെഡിക്കൽ കെയർ കൊടുക്കുന്നുണ്ട്, MCH കെയർ കൊടുക്കുന്നുണ്ട്, ഫാമിലി പ്ലാനിങ്, ഇവിടെയും ഫാമിലി പ്ലാനിങ് കൊടുക്കുന്നുണ്ട്. ഇവിടെ MTPയും കൂടെ കൊടുക്കുന്നുണ്ട്. എന്താ MTP? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. ഓക്കെ, അബോർഷൻ, അതാണ് ഈ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസിനെ കുറിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ വൺ വേർഡ് ആയിട്ട് അത് എപ്പം ലോഞ്ച് ചെയ്തു, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി MTP ആക്ട് എപ്പോഴാന്ന് ചോദിക്കാം. എപ്പോഴാ? 1972, 1972 ഏപ്രിൽ 1. ഓക്കെ, അപ്പൊ ആ ഡേറ്റ് ഒന്ന് ഓർത്ത് വെക്കുക. 1972 ഏപ്രിൽ 1 MTP ആക്ട് നിലവിൽ വരുന്നത്. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് പോയിന്റിലോട്ട് പോവാം. ന്യൂട്രീഷണൽ സർവീസസ്, നമ്മൾ PHC വഴി ന്യൂട്രീഷണൽ സർവീസസും കൊടുക്കുന്നുണ്ട്, പിന്നെ അഡോളസെന്റ് ഹെൽത്ത് കെയർ കൊടുക്കുന്നുണ്ട്, ഡിസീസ് സർവൈലൻസ്. ഡിസീസ് സർവൈലൻസിൽ എന്താ പറയാനുള്ളത്? നമ്മൾ IDSP ഇല്ലേ, ഇന്റഗ്രേറ്റഡ് ഡിസീസ് സർവൈലൻസ് പ്രോഗ്രാം, ആ IDSP ആണ് ഈ ഡിസീസ് സർവൈലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. IDSPയിൽ നമുക്കൊരു 3 ഫോം ഉണ്ടല്ലേ, S ഫോം, P ഫോം ആൻഡ് L ഫോം. അതൊക്കെ ഓർമ്മ ഉണ്ടല്ലോ അല്ലെ? S ഫോം നമ്മൾ പെരിഫറൽ ഹെൽത്ത് വർക്കേഴ്സിൽ ഇവിടെ ചെയ്യുന്നതും, P ഫോം നമ്മൾ ഹോസ്പിറ്റൽ ബേസ് ചെയ്ത് ചെയ്യുന്നതും, L ഫോം നമ്മൾ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ലബോറട്ടറീസ് വഴി ചെയ്യുന്നതാണ് ഈ L ഫോം. ഓക്കെ, അതൊക്കെ ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു. അതൊക്കെ ഒന്ന് നോക്കി വെക്കുക, IDSP ഒക്കെ. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ PHCയുടെ ഫംഗ്ഷൻ ആണ് കളക്ഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്. വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, ആ കാര്യങ്ങളൊക്കെ തന്നെയാണ്. നെക്സ്റ്റ് കൺട്രോൾ ഓഫ് എപ്പിഡമിക്. ഒരു എപ്പിഡമിക് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ രോഗത്തിന്റെ തീവ്രത കൂടുന്നതിനാണ് നമ്മൾ ഈ എപ്പിഡമിക് എന്ന് പറയുന്നത്. അത് കൺട്രോൾ ചെയ്യാവുന്നത് നമ്മുടെ PHCയുടെ പണിയാണ്. അതേപോലെ സാനിറ്റേഷൻ പ്രൊമോട്ട് ചെയ്യുക, നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ്. നമുക്ക് കുറെ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് നിങ്ങൾ പഠിച്ചല്ലേ, NTEP, മലേറിയ പ്രോഗ്രാം, NVBDCP, അങ്ങനെ കുറെ പ്രോഗ്രാംസ് നമ്മൾ പഠിച്ചു. അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നമ്മൾ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് PHCയിലൂടെയാണ്. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് PHCയിൽ പഠിക്കാനുള്ള പോയിന്റ്സ്. ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ പോയിന്റ് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് റാൻഡം പോയിന്റ്സ് പറയാം. റാൻഡം പോയിന്റ് ആയിട്ട് പറയാനുള്ളത് എന്താ? ഫസ്റ്റ് കോണ്ടാക്ട് പോയിന്റ് ഇൻ റൂറൽ ഹെൽത്ത് കെയർ, അതായത് നമ്മളെ ജനങ്ങള് നമ്മുടെ ഹെൽത്ത് കെയർ സർവീസുമായിട്ട് ആദ്യം കോണ്ടാക്ട് എത്തുന്ന പോയിന്റ് ഏതാ? എവിടെ വെച്ചാണ് കോണ്ടാക്ട് നടക്കുന്നത്? എവിടെയാ? സബ് സെന്റർ. അപ്പൊ ഫസ്റ്റ് കോണ്ടാക്ട് പോയിന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സബ് സെന്റർ. എന്നാൽ ഫസ്റ്റ് റഫറൽ യൂണിറ്റ് ഏതാന്ന് ചോദിച്ചാൽ എന്താ? CHC ആണ്. മാറിപ്പോയത്, PHC അല്ല, CHC. നെക്സ്റ്റ് പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ് ഹെൽത്ത് കെയർ സബ് സെന്റർ കൊടുക്കുന്നു. പ്രിവെന്റീവും പ്രൊമോട്ടീവും. അങ്ങനെയാണെങ്കിൽ ബോത്ത് പ്രിവെന്റീവ് ആൻഡ് ക്യൂറേറ്റീവ് കൊടുക്കുന്നത് എവിടെയാ? പ്രിവെന്റീവ് ആൻഡ് ക്യൂറേറ്റീവ് കൊടുക്കുന്നത് PHC. ഓക്കെ, ഈ പോയിന്റ് ഒന്നും മാറിപ്പോയത്. ഇതിന് ഏതെങ്കിലും ഒക്കെ വൺ വേർഡ് ആയിട്ടും ചോദിക്കാം. അപ്പം ഫസ്റ്റ് കോണ്ടാക്ട് പോയിന്റ് ബിറ്റ്വീൻ പോപ്പുലേഷൻ ആൻഡ് ഹെൽത്ത് സർവീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സബ് സെന്റർ. ഫസ്റ്റ് റഫറൽ യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ CHC. പ്രിവെന്റീവും ക്യൂറേറ്റീവും സർവീസ് കൊടുക്കുന്നത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PHC. പിന്നെ നമ്മുടെ സബ് സെന്റർ പോപ്പുലേഷൻ. സബ് സെന്റർ പോപ്പുലേഷൻ എത്രയാ? 3000 to 5000. പ്ലെയിൻ ഏരിയാസ് ആണെങ്കിൽ 5000, റൂറൽ ഏരിയാസ്, ഹില്ലി ഏരിയാസ് അങ്ങനെയൊക്കെ ആണെങ്കിൽ 3000. സോ ആ പോപ്പുലേഷൻ നോമ് മൂന്നിന്റെയും പഠിച്ചു വെക്കുക, സബ് സെന്റർ, PHC ആൻഡ് CHC. PHCന്റെ എത്രയാ? 20,000 to 30,000. അങ്ങനെയാണെങ്കിൽ CHCന്റെ എത്രയാ? CHC 80,000 to 1,20,000. ഓക്കെ, അതാണ് CHCയുടെ പോപ്പുലേഷൻ നോം. സോ ഈ മൂന്നിന്റെയും പോപ്പുലേഷൻ നോം പഠിച്ചു വെക്കുക. മിക്കവാറും ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. നാഷണൽ പോപ്പുലേഷൻ പോളിസി. നാഷണൽ പോപ്പുലേഷൻ പോളിസി, അതിൽ നമുക്കിപ്പോ ലേറ്റസ്റ്റ് പോളിസി 2000-ലാണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻ അത് വരുമെന്ന് പ്രതീക്ഷിക്കാം. നാഷണൽ പോപ്പുലേഷൻ പോളിസി. ഓക്കെ, അപ്പൊ ഈ പോളിസി എന്തിനാ? നമ്മളിങ്ങനെ ഓരോ പോപ്പുലേഷൻ പോളിസീസ് കൊണ്ടുവരുന്നത് എന്തിനാ? പോളിസീസ് ആർ ഇന്റൻഡഡ് ടു ഡിക്രീസ് ദി ബർത്ത് റേറ്റ്. ബർത്ത് റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോളിസീസ് കൊണ്ടുവരുന്നത്. ഓക്കെ, ഡിക്രീസ് ദി ബർത്ത് റേറ്റ്. പോളിസീസ് ആർ intended to decrease birth rate or growth rate. ഫസ്റ്റ് നാഷണൽ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നാഷണൽ പോളിസി വരുന്നത് എപ്പോഴാണ്? ഏപ്രിൽ 1976, 1976. 1972 ഏപ്രിൽ 1 MTP ആക്ട്. ഫസ്റ്റ് നാഷണൽ പോപ്പുലേഷൻ പോളിസി വരുന്നത് എപ്പോഴാണ്? ഏപ്രിൽ 1976. അങ്ങനെയാണെങ്കിൽ ലേറ്റസ്റ്റ് നാഷണൽ പോപ്പുലേഷൻ പോളിസി NPP വരുന്നത് 2000-ലാണ്. ഓക്കെ,
2000-ലാണ് ലേറ്റസ്റ്റ് MPP വരുന്നത്. ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്താ? ടു ബ്രിങ് TFR ടു റീപ്ലേസ്മെന്റ് ലെവൽ. റീപ്ലേസ്മെന്റ് ലെവലിലോട്ട് TFR-നെ കൊണ്ടുവരിക. എപ്പോ? 2010-നുള്ളിൽ. ഓക്കെ, 2010 ആവുന്നതിനുള്ളിൽ TFR 2010-ലേക്ക് കൊണ്ടുവരിക. 2010 ആവുമ്പോഴത്തേക്ക് TFR റീപ്ലേസ്മെന്റ് ലെവലിലോട്ട് എത്തിക്കുക. എന്താ ഈ TFR? അങ്ങനെയാണെങ്കിൽ TFR എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്. ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റിന്റെ നമ്മുടെ ടാർഗറ്റ് എത്രയാ? 2.1. 2.1 ആണ് നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, TFR-ന്റെ ടാർഗറ്റ് 2.1. 1 വേർഡ് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ വിട്ടുകൊണ്ട. TFR-ന്റെ നമ്മുടെ ടാർഗറ്റ് 2.1. അതിലേക്ക് 2010-നുള്ളിൽ എത്തിക്കുക എന്നതാണ് നമ്മുടെ പോപ്പുലേഷൻ പോളിസി 2000-ന്റെ ഉദ്ദേശം. ഓക്കെ, ഇപ്പൊ ഈ പോപ്പുലേഷൻ പോളിസി 2000 എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ ഇത് കുറച്ചുകൂടെ ഒന്ന് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, എന്തൊക്കെയാണ് 2010 ആകുമ്പോഴേക്ക് നമ്മൾ നാഷണൽ പോപ്പുലേഷൻ പോളിസി 2000 വഴി നമ്മൾ അറ്റൈൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. ഒന്ന്, 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. ഓക്കെ, 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. പിന്നെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് IMR എത്ര താഴെ? 1030 താഴെയാക്കി മാറ്റുക. അങ്ങനെയാണെങ്കിൽ MMR മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ അല്ലെങ്കിൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എത്രയിൽ കൊണ്ടുവരിക? 1,00,100 താഴെയാക്കുക. ഓക്കെ, നിങ്ങൾക്കിപ്പം ഗോൾസ് ടു ബി അറ്റൈൻഡ് ബൈ 2010 അല്ലെങ്കിൽ NPP 2000 എന്നൊക്കെ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലൊക്കെ ഈ പോയിന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ടെക്സ്റ്റിൽ കുറെ പോയിന്റ് പറയുന്നുണ്ട്, ഞാൻ ഇതിൽ കുറച്ച് പോയിന്റ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ഇത് ടെക്സ്റ്റിൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറെ പോയിന്റും കൂടെ കിട്ടും. അതിലെ പകുതി പോയിന്റ് എങ്കിലും എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മ വരും. ഓക്കെ, അടുത്ത് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ അച്ചീവ് ചെയ്യാം. യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ അഗെയിൻസ്റ്റ് ഓൾ വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസ്. വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസ് VPD. എല്ലാ VPD-യിൽ നിന്നും യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസ് നേടുക. നെക്സ്റ്റ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറീസ്, അതായത് ഹോസ്പിറ്റലിലൊക്കെ ചെന്നിട്ടുള്ള ഡെലിവറീസ്, അത് 80% എത്തിക്കുക 2010 ആകുമ്പോഴത്തേക്ക്. എന്നാൽ 100% എത്തിക്കണം. എന്ത്? ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ ബർത്ത് എടുക്കുന്നത്, ട്രെയിൻഡ് പേഴ്സൺസ് ഡെലിവറി ചെയ്യുന്നത് 100% ആക്കി ഉയർത്തണം. പിന്നെ ഗേൾസിന് എന്ത് ചെയ്യുക? മാരേജ് ഡിലേ ചെയ്യുക. ഡിലേ മാരേജ് ഫോർ ഗേൾസ്. എത്ര? 18 വയസ്സിന് മേലോട്ടാക്കുക. ഓക്കെ, അച്ചീവ് 100% രജിസ്ട്രേഷൻ ഓഫ് ബർത്ത്, ഡെത്ത്, മാരേജ് ആൻഡ് പ്രഗ്നൻസി. ഓക്കെ, 100% രജിസ്ട്രേഷൻ. അതായത് നമ്മുടെ ഈ വൈറ്റൽ ഇവന്റ്സ് ആണല്ലോ ഈ ബർത്ത്, ഡെത്ത്, മാരേജ് എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ 100% രജിസ്ട്രേഷൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, 100% രജിസ്ട്രേഷൻ ഓഫ് വൈറ്റൽ ഇവന്റ്സ്, അങ്ങനെയും എഴുതാം. ഓക്കെ, നെക്സ്റ്റ്, പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. നമ്മുടെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് പ്രിവെന്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക എന്നൊക്കെ പറയുന്ന പോയിന്റ്. അടുത്ത്, സ്മോൾ ഫാമിലി നോം. ചെറിയ സ്മോൾ ഫാമിലി നോം അറ്റൈൻ ചെയ്യുക. എങ്ങനെ? TFR റീപ്ലേസ്മെന്റ് ലെവലിൽ എത്തിച്ചിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു. എത്രയാ ടാർഗറ്റ്? 2.1 എത്തിക്കുക TFR. ഓക്കെ, ഇത്രയാണ് ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്തിട്ടുള്ള പോയിന്റ്. നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുക. ഓക്കെ, ഒരു തവണയെങ്കിലും ടെക്സ്റ്റ് വായിക്കുക. ഇപ്പൊ നാളെ ഞായറാഴ്ചയാണ്, സമയമുണ്ട്. ഒരു തവണയെങ്കിലും ടെക്സ്റ്റ് വായിക്കുക ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് സാധനങ്ങൾ എഴുതി പോകാനും പറ്റും, മാർക്കും കിട്ടും. കറക്റ്റ് പോയിന്റ് എഴുതി പോകുമ്പോൾ സുഖമായിട്ട് മാർക്ക് കിട്ടും. സോ സ്കിപ്പ് ചെയ്ത് ഈ ക്ലാസ്സിൽ പറയുന്ന പോയിന്റ് എങ്കിലും നിങ്ങളൊന്ന് ടെക്സ്റ്റ് ഒരു തവണയെങ്കിലും വായിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാണ്. PHC-യുടെ എലമെന്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ്. ഇത്രയും പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് തോന്നുന്ന ഏരിയ PHC-യുടെ എലമെന്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾ. ഇതിലേതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾക്ക് 5 മാർക്കിന് ചോദിക്കും എന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, essay ക്വസ്റ്റ്യൻ ആയിട്ടും വരാം. സോ ഫസ്റ്റ്, എഡ്യൂക്കേഷൻ ഓഫ് പീപ്പിൾ അബൌട്ട് ഹെൽത്ത് പ്രോബ്ലംസ്. ജനങ്ങളെ നിലവിലുള്ള ഹെൽത്ത് പ്രോബ്ലംസിനെ കുറിച്ച് പഠിപ്പിക്കുക, പറഞ്ഞു കൊടുക്കുക, മനസ്സിലാക്കുക. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് നിലവിലുള്ള ഹെൽത്ത് പ്രോബ്ലംസ്, ഇത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇതിനെ പ്രിവെൻഷൻ ആയിട്ട് ചെയ്യാം, എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാം, ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുക, എഡ്യൂക്കേറ്റ് ചെയ്യുക. നെക്സ്റ്റ്, ന്യൂട്രീഷൻ, പ്രോപ്പർ ന്യൂട്രീഷനെ പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ആണ് എന്ത് ചെയ്യുക? അഡിക്വേറ്റ് സപ്ലൈ ഓഫ് സേഫ് വാട്ടർ ആൻഡ് ബേസിക് സാനിറ്റേഷൻ. ഓക്കെ, നമ്മൾ സേഫ് വാട്ടറും സാനിറ്റേഷനും ഒക്കെ പ്രൊമോട്ട് ചെയ്യുക. എല്ലാവർക്കും അഡിക്വേറ്റ് ആയിട്ടുള്ള വാട്ടർ സപ്ലൈ ഒക്കെ ഉറപ്പുവരുത്തുക. പിന്നെ മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ ആൻഡ് ഫാമിലി പ്ലാനിങ്. ഓക്കെ, MCH സർവീസസും ഫാമിലി പ്ലാനിങ്ങും. നെക്സ്റ്റ്, ഇമ്മ്യൂണൈസേഷൻ അഗെയിൻസ്റ്റ് മേജർ ഇൻഫെക്ഷ്യസ് ഡിസീസ്. മേജർ ഇൻഫെക്ഷ്യസ് ഡിസീസിനെതിരായിട്ട് ഇമ്മ്യൂണൈസേഷൻ. പിന്നെ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് എൻഡമിക് ഡിസീസ്. എൻഡമിക് ഡിസീസിന്റെ പ്രിവെൻഷനും കൺട്രോളും. നെക്സ്റ്റ്, ട്രീറ്റ്മെന്റ് ഓഫ്
കോമൺ ഡിസീസ് ആൻഡ് ഇഞ്ചുറീസ്, ചെറിയ ചെറിയ ഡിസീസ് ഇഞ്ചുറീസിന്റെ ഒക്കെ ട്രീറ്റ്മെന്റ് ഉറപ്പുവരുത്തുക. PHC എലമെന്റ്സ് ആണ് ഈ പറയുന്നത്. മൊത്തം 8 എലമെന്റ് ഉണ്ട്. നെക്സ്റ്റ് പ്രൊവിഷൻ ഓഫ് എസെൻഷ്യൽ ഡ്രഗ്സ്, അത്യാവശ്യമുള്ള ഡ്രഗ്സിന്റെ പ്രൊവിഷൻ. ഓക്കെ, ഈ 8 പോയിന്റ് എന്തൊക്കെയാ? എഡ്യൂക്കേഷൻ, പ്രൊമോഷൻ ഓഫ് പ്രോപ്പർ ന്യൂട്രീഷൻ, adequate supply of safe water and basic sanitation, family planning and MCH, immunization, endemic disease, treatment, ഡ്രഗ്. ഇത്രയും പോയിന്റ് ജസ്റ്റ് നിങ്ങൾ ഈ കീവേഡ്സ് മാത്രം പഠിച്ചു വെക്കുക. ഇത്രയും പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ആ ഹാളിൽ ഇരിക്കുമ്പോൾ, എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് എഴുതിയാൽ മതി. എഡ്യൂക്കേഷൻ, ന്യൂട്രീഷൻ, സാനിറ്റേഷൻ, ഫാമിലി പ്ലാനിങ്, ഇമ്മ്യൂണൈസേഷൻ, എൻഡമിക് ഡിസീസ്, ട്രീറ്റ്മെന്റ്, ഡ്രഗ്സ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചു വെക്കുക. എലമെന്റ്സ് മൊത്തം 8 എണ്ണം ഉണ്ട്. ഓക്കെ, കണക്ട് ചെയ്ത് ഈ ഓരോ കീവേഡ്സ് മാത്രം പഠിച്ചു വെച്ചാലും നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. 8 എലമെന്റ് ഉണ്ട്. ഓക്കെ, 8 എലമെന്റ് വിട്ടുപോകരുത്. ഓക്കെ, നമുക്ക് ഒരു 5 മാർക്കിന് തന്നെ പ്രതീക്ഷിക്കാം. എസ് എ ആണെങ്കിലും 5 മാർക്കിന് ചോദിക്കാം. അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസും എലമെന്റ്സും കൂടെ PHSCയുടെ എസ് എ ആയിട്ട് ചോദിക്കാം. വാട്ട് ഈസ് PHSC എന്നും റൈറ്റ് ഡൗൺ ഇറ്റ്സ് എലമെന്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് എന്നും ഒരു എസ് എ ആയിട്ട് പ്രതീക്ഷിക്കാം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തില്ലേ PHSC, ആ പോയിന്റ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷം എലമെന്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞിട്ട് ഈ പോയിന്റ് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ എലമെന്റ്സ് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ആണ് പ്രിൻസിപ്പിൾസ്. എലമെന്റ്സ് 8 എണ്ണം പഠിക്കാനുണ്ടായിരുന്നു. പ്രിൻസിപ്പിൾസ് നമുക്ക് പഠിക്കാനുള്ളത് 5 എണ്ണമാണ്. ഓക്കെ, ഏതൊക്കെയാ? ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ, കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ്, അപ്രോപ്രിയേറ്റ് ടെക്നോളജി, ഫോക്കസ് ഓൺ പ്രിവെൻഷൻ, മൾട്ടി സെക്ടറൽ അപ്രോച്ച്. ഓക്കെ, ഇത്രയാണ് നമുക്ക് പ്രിൻസിപ്പിൾസിൽ പഠിക്കാനുള്ളത്. അപ്പൊ എന്താ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല്? ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹെൽത്ത് സർവീസസ് ഒക്കെ കൂടുതലും എവിടെയാ? അർബൻ ഏരിയാസിലാണ് കൂടുതലും ആൾക്കാർക്ക് ഹെൽത്ത് സർവീസസ് ഒക്കെ കൂടുതലായിട്ട് അവർക്ക് കിട്ടുന്നത്. അർബൻ ഏരിയാസിലും റൂറൽ ഏരിയാസിലും കുറവാണെന്നൊക്കെയുള്ള ഒരു അങ്ങനെയാണ് ശരിക്കും. സോ അങ്ങനെ ഒരു ടോക്ക് ഉണ്ട്. അപ്പൊ നമ്മൾ അത് ഇല്ലാതാക്കുക. എല്ലാവർക്കും ഇപ്പം ഏത് സോഷ്യൽ സ്റ്റാറ്റസിലുള്ള ആൾക്കാരായാലും, പണക്കാരനായാലും പാവപ്പെട്ടവനായാലും ആർക്കായാലും ബേസിക് ഹെൽത്ത് സർവീസസ് ഉറപ്പുവരുത്തുക. എല്ലാവർക്കും അത് ആക്സസ് ചെയ്യാൻ പറ്റണം. അതാണ് നമ്മൾ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷനിൽ ഉദ്ദേശിക്കുന്നത്. ആ പേരിലുണ്ട് ഇക്വിറ്റബിൾ, തുല്യമായ ഡിസ്ട്രിബ്യൂഷൻ. നെക്സ്റ്റ് ആണ് കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ്. എന്താ കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞാല്? കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ഈ ലോക്കൽ കമ്മ്യൂണിറ്റീസ് ഉണ്ടാവുമല്ലോ, അവര് എന്ത് ചെയ്യണം? നമ്മുടെ ഈ ഹെൽത്ത് സർവീസസിലെ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോഴും അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴും അതിന്റെ മെയിൻ്റെനൻസിനും ആര് കൂടെ ഉണ്ടാവണം? ലോക്കൽ കമ്മ്യൂണിറ്റീസ് കൂടെ ഉണ്ടായാൽ മാത്രമേ ഈ കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുകയുള്ളൂ. ഓക്കെ, സോ ലോക്കൽ കമ്മ്യൂണിറ്റി എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ചെയ്യണം. പ്ലാനിങ്, ഇംപ്ലിമെന്റേഷൻ ആൻഡ് മെയിൻ്റെനൻസ്. പ്ലാനിങ്, ഇംപ്ലിമെന്റേഷൻ ആൻഡ് മെയിൻ്റെനൻസ്, ഈ 3 കാര്യത്തിലും ആര് വേണം? ലോക്കൽ കമ്മ്യൂണിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അതാണ് കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റിൽ പറയാനുള്ളത്. ഓക്കെ, അടുത്താണ് അപ്രോപ്രിയേറ്റ് ടെക്നോളജി. അപ്രോപ്രിയേറ്റ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ഓരോ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോസ്റ്റ്ലി മീൻസ് ഭയങ്കര പൈസ ചെലവുള്ള മെത്തേഡ്സിനും എക്യുപ്മെന്റ്സിനും ടെക്നോളജിക്കൊക്കെ പുറകെ പോവാതെ നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇപ്പൊ നമുക്ക് എന്താ എല്ലാവർക്കും കുറഞ്ഞ പൈസ ചെലവിൽ എല്ലാവർക്കും സംഭവം ഈ ഹെൽത്ത് സർവീസ് നമുക്ക് എത്തിക്കാൻ പറ്റും. അതിനാണ് ഈ അപ്രോപ്രിയേറ്റ് ടെക്നോളജി എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമ്മളിപ്പോ ഒരു റൂറൽ ഏരിയ നമ്മൾ ഒരു കിണർ കുഴിച്ചു കൊടുത്തു. ഓക്കെ, ഈ കിണർ കുഴിച്ചിട്ട് ഓരോ വീട്ടിലും നിങ്ങൾ മോട്ടറും പൈപ്പ് ലൈൻ സപ്ലൈ ഒക്കെ കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ ഭയങ്കര പൈസ ചെലവുള്ള കാര്യമാണ്. അത് അത്രത്തോളം ഫുൾഫില്ല് ചെയ്യാനും പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ടാങ്കിന്റെ ആ കിണറിന്റെ അടുത്ത് നമ്മളൊരു ഹാൻഡ് പമ്പ് വെച്ച് കൊടുക്കുന്നു. അപ്പൊ ആവശ്യക്കാർക്ക് വന്നിട്ട് വെള്ളം പമ്പ് ചെയ്തെടുക്കാം. ഹാൻഡ് പമ്പ് അല്ല, നമ്മൾ മോട്ടറാണ് വെച്ച് കൊടുക്കുന്നതെങ്കിൽ ഇനി അതിന്റെ ഇലക്ട്രിസിറ്റി ചെലവ് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. നേരെ നമ്മളൊരു ഹാൻഡ് പമ്പ് വെച്ച് കൊടുക്കുന്നു. അതെന്താ? അപ്രോപ്രിയേറ്റ് ടെക്നോളജിക്ക് ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, എക്സാമ്പിൾ ആണ് എന്ത്? ഹാൻഡ് പമ്പ്. ഓക്കെ, ഹാൻഡ് പമ്പ്. ഇനി വേറൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പം എന്താ വയറിളക്ക രോഗങ്ങളില്ലേ, അതിനിപ്പോ ഒരാൾ വയറിളക്കമായിട്ട് PHSCയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ വയറ് ക്ലീൻ ചെയ്യുക അങ്ങനത്തെ പ്രൊസീജിയേഴ്സിലൊന്നും പോവാതെ അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ചികിത്സാ രീതിയിലോട്ട് പോവാതെ നമുക്ക് ഈസി ആയിട്ട് ഈ വയറിളക്കം കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെ? എങ്ങനെ? അതിനാണ് നമ്മളിപ്പം ORS ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. അപ്പം ഈസി ആയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഡയറി കൺട്രോൾ ചെയ്യാൻ പറ്റും. അതെന്താ? അപ്രോപ്രിയേറ്റ് ടെക്നോളജിക്ക് മറ്റൊരു എക്സാമ്പിൾ ആണ്.
ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ അപ്രോപ്രിയേറ്റ് ടെക്നോളജി ചെയ്യുമ്പോൾ ഇതുപോലുള്ള സിമ്പിൾ എക്സാമ്പിൾസും കൂടെ ഓരോന്നിന്റെയും കീഴിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പ്ലസ് പോയിന്റ് ആയിരിക്കും. എന്നിട്ട് അത് എന്ത് ചെയ്യാം, ഒന്ന് ബോൾഡാക്കി ചെയ്ത് അല്ലെങ്കിൽ ഒരു പെൻസിൽ വെച്ച് അണ്ടർലൈൻ ചെയ്യാം. അതായത് തിരുത്തുന്നവർക്ക്, മീൻസ് കറക്ഷൻ ചെയ്യുന്നവർക്ക് അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും, മാർക്ക് വീഴും. ഓക്കെ, സോ അതൊക്കെ മാർക്ക് കൂടുതൽ കിട്ടാനുള്ള ഒരു ടിപ്പാണ്. ടെക്സ്റ്റ് എന്തായാലും വായിക്കണം കേട്ടോ. നെക്സ്റ്റ് ആണ് ഫോക്കസ് ഓൺ പ്രിവെൻഷൻ. എന്ത് ചെയ്യാം, നമ്മൾ ഈ അസുഖം വന്നിട്ട് ചികിത്സിക്കല്ലോ, പ്രിവെൻഷൻ. നമ്മൾ വെറുതെ ഡെങ്കിപ്പനി വന്നിട്ട് അതിനു വേണ്ടി ഇനി ഫ്ലൂയിഡ് കയറ്റി ചികിത്സിച്ച് മരുന്ന് കഴിച്ച് അതിൽ നല്ലതല്ലേ നമ്മുടെ വീടിന് ചുറ്റും വെള്ളമൊന്നും കെട്ടി നിൽക്കാതെ നമ്മൾ ക്ലീൻ ആക്കി സൂക്ഷിക്കുന്നത്. അതാണ് ഈ ഫോക്കസ് ഓൺ പ്രിവെൻഷൻ എന്ന് പറയുന്ന പോയിന്റ്. നെക്സ്റ്റ് ആണ് മൾട്ടി സെക്ടറൽ അപ്രോച്ച്. മൾട്ടി സെക്ടറൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ എന്താ, മറ്റുള്ള സെക്ടേഴ്സിന്റെയും കൂടെ ഇൻവോൾവ്മെന്റ് വേണം. അതായത് നമ്മൾ ഒരു ഹെൽത്ത് സെക്ടേഴ്സ് മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഹെൽത്ത് കൊടുക്കുക, ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്ന സംഗതി നടക്കില്ല. അതിന് മറ്റുള്ള സെക്ടേഴ്സിന്റെയും കൂടെ എന്ത് വേണം, ഹെൽപ്പ് വേണം. ആ മറ്റുള്ള ഹെൽത്ത് സെക്ടേഴ്സും കൂടെ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടൂ. അപ്പൊ മറ്റുള്ള സെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചറൽ സെക്ടേഴ്സ്, ഇറിഗേഷൻ വകുപ്പ്, ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ കുറെ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വിചാരിച്ചാലേ നമുക്ക് ഹെൽത്ത് സർവീസസ് പൂർണ്ണമായിട്ടും കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് മനസ്സിലാക്കാനാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മുടെ ഒരു ഡിസാസ്റ്റർ നടന്നിട്ട് അവിടെ ഇപ്പം എലിപ്പനി സ്പ്രെഡ് ചെയ്യാന്ന് കരുതുക. ഓക്കെ, ലെപ്റ്റോസ്പൈറോസിസ് സ്പ്രെഡ് ചെയ്യാന്ന് കരുതുക. അപ്പൊ ഉടനെ നമ്മൾ ഹെൽത്ത് സെക്ടർ എന്ത് ചെയ്യുന്നു, അവിടെ പ്രോഫിലാക്സിസ് മെഷേഴ്സ്, ഹൈ റിസ്ക് ഗ്രൂപ്പ്സിന് നമ്മൾ നേരെ ഡോക്സിസൈക്ലിനും കീമോപ്രോഫിലാക്സിസും നമ്മൾ ലെപ്റ്റോയ്ക്ക് കൊടുക്കുന്ന ഏതാ, ഡോക്സിസൈക്ലിൻ. അതൊക്കെ നിങ്ങൾ പഠിച്ചതാണല്ലോ അല്ലെ. അപ്പൊ നമ്മള് ഹെൽത്ത് സെക്ടേഴ്സ് ഇടപെട്ട PHC വഴിയും ആശ വഴിയും JHI ഒക്കെ നിങ്ങളൊക്കെ പോയി എല്ലാവർക്കും എന്ത് കൊടുക്കുന്നു, ഡോക്സിസൈക്ലിൻ കൊടുക്കുന്നു. അത് ഹെൽത്ത് സെക്ടറിന്റെ ആക്ടിവിറ്റി. അടുത്ത് എന്ത് ചെയ്യുന്നു, അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് വന്നിട്ട് ഈ എന്ത് ചെയ്യുന്നു, ആനിമൽസിനൊക്കെ പ്രോഫിലാക്സിസ് കൊടുക്കുന്നു. ഈ പശുവിനും പന്നിക്കും അങ്ങനെയുള്ള കാറ്റിൽസിനൊക്കെ എന്ത് ചെയ്യുന്നു, വാക്സിനേഷനും മറ്റ് പ്രോഫിലാക്സിസ് മെഷേഴ്സ് സ്വീകരിക്കുന്നു. അവിടെ വന്നത് ആരാ, ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ഇപ്പൊ ഹെൽത്ത് സെക്ടർ ആദ്യം വന്നു, ഇപ്പം ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് വന്നു. ഇനി അടുത്ത് എന്താ, ഇവിടെ എന്തുകൊണ്ടാണ് ഈ എലിപ്പനിയൊക്കെ സ്പ്രെഡ് ചെയ്യുന്നത്, അവിടെ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോപ്പർ അല്ല, ഡ്രെയിനേജ് പ്രോപ്പർ അല്ല, അങ്ങനത്തെ പ്രശ്നങ്ങൾ. അപ്പൊ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആര് വരുന്നു, സാനിറ്റേഷന്റെ സെക്ടർ വരുന്നു, സാനിറ്റേഷൻ സെക്ടർ. ഇനി എന്താ, ക്ലീൻ ആയിട്ട് ക്ലോറിനേഷൻ ഒക്കെ ചെയ്ത വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെ. വാട്ടർ ത്രൂ വാട്ടർ സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഡിസീസും കൂടിയാണല്ലോ ലെപ്റ്റോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വാട്ടർ അതോറിറ്റി അല്ലെങ്കിൽ വാട്ടർ റിസോഴ്സ് സെക്ടേഴ്സും കൂടെ വേണം. അപ്പം വാട്ടർ അതോറിറ്റി അല്ലെങ്കിൽ വാട്ടർ സെക്ടർ അവര് വന്നു. പിന്നെന്താ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെക്ടറും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ, അതായത് ഈ ഡിസാസ്റ്റർ വരുമ്പോഴാണല്ലോ കൂടുതലും ലെപ്റ്റോസ്പൈറോസിസ് ഒക്കെ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുക. അപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെക്ടറും കൂടെ ആ കാര്യത്തിൽ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെപ്റ്റോ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമ്മുടെ കൺട്രോളിനകത്ത് വരുത്താൻ പറ്റും അല്ലെ. അപ്പൊ ഇവിടെ ഹെൽത്ത് സെക്ടേഴ്സ് മാത്രമാണ് ഇൻവോൾവ് ചെയ്തത്, അല്ല. ഹെൽത്ത് സെക്ടേഴ്സിന്റെ കൂടെ ആരൊക്കെ വന്നു, ആനിമൽ ഡിപ്പാർട്ട്മെന്റ് വന്നു, സാനിറ്റേഷൻ വന്നു, വാട്ടർ വന്നു, പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് വന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ നിങ്ങൾ കയ്യിൽ നിന്ന് ഇടുക. ഇപ്പൊ ഡെങ്കിപ്പനിയോ അങ്ങനെ എന്തെങ്കിലും ഒരു അസുഖം എടുക്കുക, എന്നിട്ട് ഇങ്ങനെ പല പല സെക്ടേഴ്സ് ഇൻവോൾവ് ചെയ്യുന്നതായിട്ട് എഴുതുക. ഓക്കെ, അപ്പൊ അതും എന്താ, ബോൾഡ് ചെയ്ത് നല്ല കറുപ്പിച്ച് പെൻസിൽ കൊണ്ടൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ അവിടെയും നിങ്ങൾക്ക് മാർക്ക് വീഴും. അപ്പം ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു, കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, അപ്രോപ്രിയേറ്റ് ടെക്നോളജി, പ്രിവെൻഷൻ, മൾട്ടി സെക്ടറൽ അപ്രോച്ച്, ഇതെല്ലാം ഇതിന്റെയൊക്കെ പേരിൽ തന്നെ അർത്ഥമുണ്ട്. സോ അതൊന്ന് മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ടെക്സ്റ്റിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട്, സോ വായിക്കുക, പോയിന്റ്സ് മനസ്സിലാക്കുക. ഓക്കെ, ചിലപ്പോൾ ഞാൻ പറയുന്നതിനെക്കാട്ടും നിങ്ങൾക്ക് ടെക്സ്റ്റ് വായിക്കുമ്പോൾ മനസ്സിലാവും. സോ ടെക്സ്റ്റ് ആരും സ്കിപ്പ് ചെയ്യരുത്, എല്ലാം വായിക്കുക. ഓക്കെ, ഇനി നേരെ അടുത്ത സെഷനിലോട്ട് പോവാം. അടുത്ത സ്ലൈഡിൽ പറയുന്നത് ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് JHI. ഷുവർ ക്വസ്റ്റ്യൻ ആണ്, കാരണം നമ്മുടെ ഒരു പോർഷന്റെ പേരേ ജോബ് റെസ്പോൺസിബിലിറ്റീസ് എന്നാണ്. അപ്പം എന്തായാലും ക്വസ്റ്റ്യൻ വരും. ഇതിലൊന്നും പ്രത്യേകിച്ച് ഒരു ക്ലാസ് റിവിഷൻ ക്ലാസ് എന്ന് പറഞ്ഞു വന്നിട്ട് ഒരു കുറെ പോയിന്റ് പറഞ്ഞു തരേണ്ട കാര്യമില്ല. നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുക. ടെക്സ്റ്റിൽ ഓരോ നാഷണൽ പ്രോഗ്രാംസും അതിലൊക്കെ വരുന്ന ഒരു JHIയുടെ അല്ലെങ്കിൽ JPHന്റെയും ഒക്കെ ഡ്യൂട്ടീസ് എടുത്തു പറയുന്നുണ്ട്. സോ നിങ്ങൾ JHIയുടെ ഡ്യൂട്ടീസ്, മെയിൽ ഹെൽത്ത് വർക്കർ, ഓക്കെ, അത് വായിച്ചു വെക്കുക എന്തായാലും. ഇതല്ലാതെ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. ഫസ്റ്റ് ആണ് എൻവയോൺമെന്റൽ സാനിറ്റേഷൻ. ഒരു JHIയുടെ മറ്റ് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് അല്ലാതെ മറ്റുള്ള ചില കോമൺ കാര്യങ്ങൾ. എൻവയോൺമെന്റൽ സാനിറ്റേഷനിൽ എന്താ, വാട്ടർ ക്ലോറിനേഷൻ, വെൽ ക്ലോറിനേഷൻ, പിന്നെ നമ്മൾ വേസ്റ്റ് ഡിസ്പോസൽ നോക്കണം, പിന്നെന്താ, വില്ലേജ് ഹെൽത്ത് സാനിറ്റേഷൻ ആൻഡ് ന്യൂട്രീഷൻ
കമ്മിറ്റി, പേര് ഓർത്തു വെക്കുക കേട്ടോ. അതിന്റെയൊക്കെ കോർഡിനേഷൻ ഒക്കെ ആരുടെ പണിയാ? JHIയുടെ പണിയാണ്. ഓക്കെ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെ പണിയാണ് എൻവയോൺമെന്റൽ സാനിറ്റേഷൻ. അതിൽ വരുന്നതാണ് എന്തൊക്കെ? ക്ലോറിനേഷൻ. അപ്പൊ നിങ്ങൾ എൻവയോൺമെന്റൽ സാനിറ്റേഷൻ എഴുതുക, ഒരു ഹൈഫൺ ഇട്ടിട്ട് എൻഷുറിംഗ് വെൽ ക്ലോറിനേഷൻ, വാട്ടർ ക്ലോറിനേഷൻ. നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ്, ബേസിക് സാനിറ്റേഷൻ. നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് കോർഡിനേഷൻ ഓഫ് VHSNC. VHSNCയുടെ ഫുൾ ഫോം എന്താ? വില്ലേജ് ഹെൽത്ത് സാനിറ്റേഷൻ ആൻഡ് ന്യൂട്രീഷൻ കമ്മിറ്റി. ഓക്കെ, നെക്സ്റ്റ് പ്രൈമറി മെഡിക്കൽ കെയർ. പ്രൈമറി മെഡിക്കൽ കെയറിൽ നമ്മൾ JHIയുടെ പണി എന്താ? ട്രീറ്റ്മെന്റ് ഓഫ് മൈനർ അലൈൻമെന്റ്സ്, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ട്രീറ്റ് ചെയ്യുക. റെഫറൽ സർവീസ്, റെഫർ ചെയ്യുക. അതാണ് പ്രൈമറി മെഡിക്കൽ കെയറിലെ നമ്മുടെ പണി. നെക്സ്റ്റ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. എന്തൊക്കെ കാര്യങ്ങളിൽ? ഇവിടെ ആകെ 2 എക്സാമ്പിൾ പറഞ്ഞുള്ളൂ, കമ്മ്യൂണിക്കബിൾ ഡിസീസും മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്തിലും. അങ്ങനെയല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാം അല്ലെ. സോ ആ പോയിന്റ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ന്യൂട്രീഷൻ. ന്യൂട്രീഷനിൽ എന്താ? നമ്മളിപ്പോ ഓരോ ഹോം വിസിറ്റ് ചെയ്യുമ്പോഴും സർവേ എടുക്കാനൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെയുള്ള മാൽനറിഷ്ഡ് കുട്ടികളെയും അല്ലെങ്കിൽ മാൽനറിഷ്ഡ് അമ്മമാരെയും ലാക്ടേറ്റിംഗ് വിമൻസിനെയും എല്ലാരെയും കണ്ടുപിടിച്ചിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കുക. ഓക്കെ, അതാണ് ന്യൂട്രീഷനിൽ പറയുന്നത്. പിന്നെ വൈറ്റൽ ഇവന്റ്സ്, ബർത്ത് ആൻഡ് ഡെത്ത് രജിസ്ട്രേഷൻ ഒക്കെ ഉറപ്പുവരുത്തുക, അതൊക്കെ റിപ്പോർട്ട് ചെയ്യുക. അതാണ് നമ്മുടെ പണി വൈറ്റൽ ഇവന്റ്സിൽ. പിന്നെ നമുക്കായിട്ട് കുറെ റെക്കോർഡ് ഉണ്ട്, അതൊക്കെ കീപ്പ് ചെയ്യുക. പിന്നെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കൺട്രോൾ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, അതാണ് ജോബ് റെസ്പോൺസിബിലിറ്റി. കുറച്ച് ജനറൽ ആയിട്ടുള്ള ജോബ് റെസ്പോൺസിബിലിറ്റീസ് JHI. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. റോൾ ഓഫ് JHI ഇൻ നാഷണൽ പ്രോഗ്രാംസ്. ടെക്സ്റ്റിൽ കുറെ പറയുന്നുണ്ട്, അതൊക്കെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. എന്നാലും എനിക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയ പോയിന്റ്സ് ആണ് നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാമും നാഷണൽ ട്യൂബർകുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാമും. ഇതില് ഒരു JHIയുടെ റോൾ എന്താണെന്ന് വേണമെങ്കിൽ രസമായിട്ടൊക്കെ എടുത്തു ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ ടെക്സ്റ്റ് ബുക്കില് എവിടെ? പേജ് നമ്പർ 68, ചാപ്റ്റർ 3. ചെറിയ കെ പാർക്കിന്റെ കാര്യമാണ് പറയുന്നത്. ചെറിയ കെ പാർക്കിൽ പേജ് നമ്പർ 68ഉം ചാപ്റ്റർ 3 എടുത്തു വെച്ച് വായിക്കുക. നിങ്ങൾ എല്ലാ നാഷണൽ പ്രോഗ്രാംസും വായിക്കണം, സമയമുണ്ട്. എല്ലാം വായിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇനി ഒന്നിനും വയ്യ, അത്രയും വായിക്കാൻ വയ്യ, സമയമില്ല, വേറെയും പഠിക്കാനുണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് എക്സാമിന് പോകുന്നതിന് തൊട്ട് മുന്നേ എങ്കിലും NVBDCP നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാമിൽ ഒരു JHIയുടെ ഡ്യൂട്ടി, NTEP നാഷണൽ ട്യൂബർകുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാമിൽ ഒരു JHIയുടെ ഡ്യൂട്ടി. മിനിമം ഇത്രയെങ്കിലും പഠിച്ചു വെക്കുക. ഓക്കെ, നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസിൽ മിനിമം NVBDCP അല്ലെങ്കിൽ NTEP വരെ നോക്കി വെക്കുക. എല്ലാം വായിക്കണം സമയമുള്ളവർ. ഓക്കെ, ഏത് വേണമെങ്കിലും ചോദിക്കാം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് എനിക്ക് തോന്നിയതാണ് ഈ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് സ്ലൈഡ്, റെക്കോർഡ്സ് ആൻഡ് റിപ്പോർട്ട് മെയിൻറ്റെയിൻഡ് ബൈ JHI. ഒരു JHI മെയിൻറ്റെയിൻ ചെയ്യേണ്ട റെക്കോർഡ്സും റിപ്പോർട്ടും. ഇതിന്റെയൊക്കെ നോട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ കോളേജിൽ നിന്ന് തന്നിട്ടുണ്ടാവും. അത് തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഞാൻ കുറച്ച് റാൻഡം ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ. റെക്കോർഡ് ഏതൊക്കെ? ഫീൽഡ് ഡയറി, ഏരിയ മാപ്പ്, ബേസ് ലൈൻ ഡാറ്റ, CD കമ്മ്യൂണിക്കബിൾ ഡിസീസ് രജിസ്റ്റർ, NCD ക്ലിനിക് രജിസ്റ്റർ, MF2 രജിസ്റ്റർ, EC രജിസ്റ്റർ, IDSP രജിസ്റ്റർ, സ്റ്റോക്ക് രജിസ്റ്റർ, ഇഷ്യൂ രജിസ്റ്റർ, വെൽ ക്ലോറിനേഷൻ രജിസ്റ്റർ. ഇങ്ങനെ ഒരുപാട് രജിസ്റ്റേഴ്സ് റെക്കോർഡായിട്ട് നമുക്ക് സൂക്ഷിക്കാനുണ്ട് അല്ലെ. ഇതിൽ ഈ MF2 രജിസ്റ്റർ എന്താണെന്ന് അറിയോ? അറിയായിരിക്കും, നിങ്ങളൊക്കെ ഫീൽഡിനൊക്കെ പോയതാണല്ലോ. MF2 രജിസ്റ്റർ എന്ന് പറയുമ്പോൾ മലേറിയക്ക് വെക്കുന്നതാണ്. ഓക്കെ, മലേറിയയുമായി ബന്ധപ്പെട്ടതാണ് MF2 രജിസ്റ്റർ. നിങ്ങൾക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. MF2 രജിസ്റ്റർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മലേറിയക്ക് വേണ്ടി നമ്മൾ സൂക്ഷിക്കുന്നതാണ് MF2 രജിസ്റ്റർ. അങ്ങനെയാണെങ്കിൽ EC രജിസ്റ്റർ എന്താ? EC എന്ന് വെച്ചാൽ എലിജിബിൾ കപ്പിൾ, EC, അതാണ് EC രജിസ്റ്റർ. പിന്നെ IDSPയുടെ ഫുൾ ഫോം നേരത്തെ പറഞ്ഞു, ഇന്റഗ്രേറ്റഡ് ഡിസീസ് സർവൈലൻസ് പ്രോഗ്രാം. 2004 IDSP നിലവിൽ വരുന്നത്. അതിന്റെ 3 ഫോമും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു. ടെക്സ്റ്റ് വായിക്കുക. ഓക്കെ, സ്റ്റോക്ക് രജിസ്റ്റർ. ഒരു JHIക്ക് ഒരുപാട് സ്റ്റോക്ക് വരും അല്ലേ. ഇപ്പം ക്ലോറിനും കോണ്ടം പോലുള്ള ഫാമിലി പ്ലാനിങ്ങിന് ആവശ്യമായ കുറച്ച് സാധനങ്ങൾ, അങ്ങനെ കുറെ ചില ഡ്രഗ്സുകൾ, അതൊക്കെ നമുക്ക് സ്റ്റോക്ക് വരും ഒരു JHIക്ക്. അതൊക്കെ കൃത്യമായിട്ട് എഴുതി വെക്കാനും കീപ്പ് ചെയ്യാനും ഒരു സ്റ്റോക്ക് രജിസ്റ്റർ വരും. ഓക്കെ, ഇനി അത് നമ്മൾ ഇഷ്യൂ ചെയ്യില്ല. പലർക്കും ആശമാർക്കും നമ്മുടെ ഓരോ വീടുകളിലൊക്കെ നമ്മൾ അത് ഇഷ്യൂ ചെയ്യും. അത് ഇഷ്യൂ രജിസ്റ്ററിൽ എഴുതണം. ഓക്കെ, പിന്നെ വെൽ ക്ലോറിനേഷൻ രജിസ്റ്റർ, നമ്മുടെ ഡ്യൂട്ടി ആണല്ലേ വെൽ ക്ലോറിനേഷൻ, അതൊക്കെ എഴുതണം. അത് എഴുതാനും അത് കീപ്പ് ചെയ്യുന്ന റെക്കോർഡാണ് എന്ത്? വെൽ ക്ലോറിനേഷൻ രജിസ്റ്റർ. ഇത്ര മാത്രമാണ് രജിസ്റ്റർ ഉള്ളത്. വേറെ എന്തൊക്കെ രജിസ്റ്റർ ഉള്ളത്?
മൂവ്മെന്റ് രജിസ്റ്റർ ഉണ്ട്, സ്കൂൾ ഹെൽത്ത് രജിസ്റ്റർ ഉണ്ട്, വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ രജിസ്റ്റർ ഉണ്ട്, അങ്ങനെ ഫാമിലി ഹെൽത്ത് സർവേ രജിസ്റ്റർ ഉണ്ട്, കമ്മ്യൂണിറ്റി എഡ്യൂക്കേഷൻ രജിസ്റ്റർ, ജനറൽ ഇൻഫർമേഷൻ രജിസ്റ്റർ, അങ്ങനെ കുറെ രജിസ്റ്റേഴ്സ് ഉണ്ട്. അതിൽ കുറച്ച് രജിസ്റ്റേഴ്സ് മാത്രമേ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ, എല്ലാവരും നോക്കി വെക്കാം. നെക്സ്റ്റ് റിപ്പോർട്ട്സ്, മന്ത്ലി ടൂർ റിപ്പോർട്ട്, അഡ്വാൻസ്ഡ് ടൂർ റിപ്പോർട്ട്, ഡെയിലി വർക്ക് അബ്സ്ട്രാക്ട്, ഹെൽത്ത് എഡ്യൂക്കേഷൻ ആക്ടിവിറ്റീസ്, RNDCP മന്ത്ലി റിപ്പോർട്ട്, LEP റിപ്പോർട്ട്, NCD മന്ത്ലി റിപ്പോർട്ട്, അങ്ങനെ കുറെ റിപ്പോർട്ട്സും ഉണ്ട്. സോ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. ചോദിക്കാം ഒരു ക്വസ്റ്റ്യൻ എന്തായാലും റെക്കോർഡ്സ് ആൻഡ് റിപ്പോർട്ടിൽ നിന്നും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് മെയിൻലി നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് സെക്ഷനിൽ പഠിക്കാനുള്ളത്. ഇനി ഫാമിലി പ്ലാനിങ്, ഡെമോഗ്രഫി ഒക്കെ ബന്ധപ്പെട്ട് ഷുവർ ഷോർട്ട് എസ്സേ വരുന്ന പോർഷൻസ്, കോൺട്രസെപ്റ്റീവ്സ് ഒക്കെ വേറൊരു ഫാക്കൽറ്റി ഈ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് എടുക്കും. സോ അതിന് മുന്നേ വേറൊരു കാര്യം പറയാനുള്ളത്, ഞങ്ങൾ നിങ്ങൾക്ക് കുറച്ച് വൺ ലൈനേഴ്സ് പ്രൊവൈഡ് ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അതായത് ഫസ്റ്റ് ഇയർ പേപ്പർ 5 സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നാളെ രാവിലെയോ അല്ലെങ്കിൽ ഈവനിങ് ആയിട്ടോ ജസ്റ്റ് ഒരു 10 മിനിറ്റിന്റെ ക്ലാസ്, കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയി വന്നിട്ടുള്ള കുറച്ച് വൺ ലൈനേഴ്സ് ഡിസ്കസ് ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് അത് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ക്ലാസ് കാണും, നിങ്ങൾക്ക് അത് അത്യാവശ്യമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ പറയുക, വേണമെങ്കിൽ വേണമെന്ന് പറയാം. ഓക്കെ, അങ്ങനെ കുറച്ചധികം കമന്റ്സ് വന്നാൽ മാത്രമേ ഞങ്ങൾ അത് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ ഇനി അടുത്ത പോർഷൻ എടുക്കാനായിട്ട് നെക്സ്റ്റ് ഫാക്കൽറ്റിനെ വിളിക്കുന്നു. സർ പ്ലീസ് ജോയിൻ. ഓക്കെ, അപ്പൊ ശരി എന്നാൽ എല്ലാവർക്കും. ഹലോ, അപ്പൊ നമ്മുടെ ഒരു ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ രണ്ടാമത്തെ സെക്ഷൻ ആണ് പറയാൻ പോകുന്നത്. രണ്ടാമത്തെ സെക്ഷനിൽ നമ്മൾ പ്രധാനമായിട്ടും കവർ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ, അതായത് ഡെമോഗ്രഫി ആൻഡ് ഫാമിലി പ്ലാനിങ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ ആണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഏരിയയിൽ നമുക്ക് 5 മാർക്കിന്റെ ചോദ്യം അല്ലെങ്കിൽ എസ്സേ എന്ന് പറയുന്നത് ഭയങ്കര ഷുവർ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമുക്ക് എന്തായാലും ഇവിടുന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. അത്രയും ഉറപ്പുള്ള ഏരിയ ആണ് നമ്മളിവിടെ ഇട്ടിരിക്കുന്നത്. അതില് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഡെമോഗ്രഫിക് സൈക്കിൾ ആണ്. അപ്പൊ നമുക്കറിയാം എന്താണ് ഡെമോഗ്രഫി എന്ന്. ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ സയൻസ് ഓഫ് പോപ്പുലേഷൻ, അതായത് പോപ്പുലേഷനെ കുറിച്ച് പഠിക്കുന്നതിനാണ് നമ്മൾ ഡെമോഗ്രഫി എന്ന് പറയുന്നത്. അതിന്റെ അണ്ടറിലാണ് ഈ ഏജ്, സെക്സ്, കോമ്പോസിഷൻ, ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, അങ്ങനെ നമ്മൾ കുറെ സാധനങ്ങൾ നമ്മൾ പഠിച്ചു വരുന്നുണ്ട്. നമുക്കതെല്ലാം അറിയാം. ഈ സെക്സ് റേഷ്യോ എന്താണ്, അതായത് 1000 മെയിലിന് എത്ര ഫീമെയിൽ എന്നുള്ളതാണ് നമ്മൾ സെക്സ് റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഡിപ്പെൻഡൻസി റേഷ്യോ പറയുന്നുണ്ട്, അതായത് 15-നും 64 ഇയേഴ്സിനും ഇടയിലുള്ള പോപ്പുലേഷൻ, അതാണ് നമ്മുടെ ഇൻഡിപെൻഡന്റ് പോപ്പുലേഷൻ. ഡിപെൻഡന്റ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് 15 വയസ്സിൽ താഴെ 65 വയസ്സിന് മുകളിലുള്ള. അത് വെച്ചിട്ട് നമ്മൾ ഡിപ്പെൻഡൻസി ബർഡൻ കണ്ടുപിടിക്കും. ഇതൊക്കെ നമ്മുടെ ഡെമോഗ്രഫിയുടെ അണ്ടറിൽ വരുന്ന ഓരോരോ കാര്യങ്ങളാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ കണ്ടുപിടിക്കുന്നത് എത്രത്തോളം ഡെമോഗ്രഫി, അതായത് പോപ്പുലേഷന്റെ വളർച്ചയാണോ അല്ലെങ്കിൽ പോപ്പുലേഷൻ കുറയുകയാണോ, അത് നമ്മുടെ ഈ ഇൻക്രീസ് ചെയ്യുന്നോ ഡിക്രീസ് ചെയ്യുന്നോ എന്ന് അറിയാൻ വേണ്ടിയിട്ടും അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുമാണ് ഡെമോഗ്രഫിയെ നമ്മൾ പൊതുവെ യൂസ് ചെയ്ത് വരുന്നത്. ഈ ഡെമോഗ്രഫി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനൊരു ഈ ഡെമോഗ്രഫിക് സൈക്കിളിനൊരു 5 സ്റ്റേജ് ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 5 സ്റ്റേജ് എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് പോകുന്നത്, എന്താണ് ഈ 5 സ്റ്റേജ് തമ്മിലുള്ള വ്യത്യാസം, ഇതിൽ ഇന്ത്യ എവിടെ വരുന്നു എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ഫസ്റ്റ് സ്ലൈഡിൽ നമ്മൾ പറയാൻ പോകുന്നത്. 5 സ്റ്റേജ് ആണെന്ന് പറഞ്ഞല്ലോ. അത് ആദ്യത്തെ സ്റ്റേജിന്റെ പേരാണ് ഹൈ സ്റ്റേഷനറി. അപ്പൊ ആ പേരിൽ തന്നെയുണ്ട്, സ്റ്റേഷനറി ആണ്. അതൊരു സ്റ്റേബിൾ ആയിട്ടുള്ളതാണ്, പക്ഷെ ഹൈ ആണ്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ബർത്തും കൂടുതലാണ്, ഡെത്തും കൂടുതലാണ്. അതായത് ജനിക്കുന്നത് പോലെ തന്നെ മരിക്കുന്നുണ്ട്, പക്ഷെ രണ്ടും കൂടുതലാണ്. അപ്പൊ അതൊരിക്കലും ഒരു നല്ല ഒരു സ്റ്റേജ് അല്ല. അതായത് ഒരുപാട് പേര് ജനിക്കുന്നുണ്ട്, ഒരുപാട് പേര് മരിക്കുന്നുണ്ട്. അപ്പൊ അത് ഒരു നല്ല സ്റ്റേജ് അല്ല. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ എയർലി എക്സ്പാൻഡിങ്, അതായത് എക്സ്പാൻഡ് ചെയ്ത് തുടങ്ങുന്നു. അവിടെ എന്ന് പറഞ്ഞാൽ ഡെത്ത് നമ്മുടെ ഒരു ഹെൽത്ത് സിസ്റ്റം ഒക്കെ കാരണം കുറഞ്ഞു തുടങ്ങി, പക്ഷെ ബർത്ത് സ്റ്റിൽ ആ ഹൈ ലെവലിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുക. അപ്പൊ പ്രശ്നം എന്ന് പറഞ്ഞാല് ജനിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലും മരിക്കുന്നത് കുറവാണ്. സോ പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് കൂടും. ഇവിടെയാണ് ഒരു എക്സ്പ്ലോഷൻ, അതായത് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടാകുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഈ സെക്കൻഡ് സ്റ്റേജിലാണ്, എയർലി എക്സ്പാൻഡിങ് സ്റ്റേജിൽ. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ലേറ്റ് എക്സ്പാൻഡിങ് സ്റ്റേജ്. ഇവിടെ എന്ന് പറഞ്ഞാലും ബർത്ത് ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ ഡെത്ത് നല്ലപോലെ കുറയുന്നുണ്ട്. അതായത് സ്റ്റിൽ ഡെത്തിനേക്കാൾ കൂടുതലാണ് ബർത്ത്, പക്ഷെ രണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ഓക്കെ, അതായത് ഇപ്പം ഏർലി എക്സ്പാൻഡിങ് എന്ന് പറയുമ്പം ഒരു 100 ബർത്ത് എന്നുണ്ടെങ്കിൽ ഡെത്ത് എന്ന് പറയുന്നത് ഒരു 60 വിചാരിക്കുക. അപ്പൊ ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു 40 ഉണ്ട്. പക്ഷേ ലേറ്റ് എക്സ്പാൻഡിങ് എന്ന് പറയുമ്പം ബർത്ത് ഒരു 80 ഡെത്ത് ഒരു 60. അപ്പൊ അവിടുത്തെ ഗ്യാപ്പ് എന്ന് പറയുന്നത് 20 ഉള്ളൂ. രണ്ടിടത്തും ബർത്ത് തന്നെയാണ് കൂടുതൽ, പക്ഷെ രണ്ടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബർത്ത് റേറ്റ് കുറവാണ് തേർഡ് സ്റ്റേജിൽ. ഇവിടെയാണ് ഇപ്പൊ ഇന്ത്യ നിൽക്കുന്നത്. അതായത് ഇന്ത്യയുടെ ഒരു 19th സെഞ്ചുറി കഴിഞ്ഞപ്പോൾ തൊട്ട് ഇന്ത്യ നിൽക്കുന്നത് ഈ ഒരു 19 അല്ല 20th സെഞ്ചുറി തൊട്ട് ഇന്ത്യ ഈ സ്റ്റേജിൽ കയറിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഈ ലേറ്റ് എക്സ്പാൻഡിങ് സ്റ്റേജിലാണ്. നമ്മുടെ ചൈനയൊക്കെ ഈ സ്റ്റേജിൽ പെടും. അടുത്തത് ലോ സ്റ്റേഷനറി. നമ്മുടെ ഹൈ സ്റ്റേഷനറി പോലെ തന്നെ ലോ സ്റ്റേഷനറി. സ്റ്റേഷനറി ആണ്, സ്റ്റേബിൾ ആണ്. ഇപ്പൊ ബർത്തും ഡെത്തും എന്താണ്, കുറവാണ്, നല്ലൊരു സ്റ്റേജ് ആണ്. ഓക്കെ, ഇനി അതിന്റെ താഴേക്ക് വരുമ്പോഴാണ് ലാസ്റ്റ് സ്റ്റേജ്. അതിലാണ് ആര് വരുന്നത്, നമ്മുടെ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ്, അതായത് ജർമ്മനി, ഹംഗറി, ജപ്പാൻ, ഇറ്റലി പോലുള്ള കൺട്രീസ് ഒക്കെ വരുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. ഓക്കെ, നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ 5 സ്റ്റേജ് ഉണ്ട്. ഇതിൽ രണ്ടാമത്തെ സ്റ്റേജിലാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, മൂന്നാമത്തെ സ്റ്റേജിലാണ് ഇന്ത്യ ഉള്ളത്, ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഡിക്ലൈനിങ്, അതായത് ബർത്ത് റേറ്റിനേക്കാൾ കൂടുതൽ ഡെത്ത് റേറ്റ് വന്നു, അതായത് പോപ്പുലേഷൻ നല്ലപോലെ കുറഞ്ഞു തുടങ്ങിയ ഒരു സ്റ്റേജ്. ഇപ്പൊ നമ്മൾ കുറെ രാജ്യങ്ങളൊക്കെ ഈ സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഇതിൽ പിന്നെ നമ്മൾ തേർഡ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. അത് എന്തായാലും ഓർത്ത് വെക്കണം, നമ്മൾ നിലവിൽ ഇപ്പോൾ ഉള്ളത് മൂന്നാമത്തെ സ്റ്റേജിലാണ്. അത് ചിലപ്പോൾ അങ്ങനെ തന്നെ ചോദിക്കാം, ഇല്ലെങ്കിൽ ഡെമോഗ്രാഫിക് സൈക്കിൾ എന്ന് തന്നെയായിരിക്കും ചോദ്യം വരിക. അപ്പൊ ഇത് എന്തായാലും പഠിച്ചു വെക്കുക. 5 സ്റ്റേജ് ഉണ്ട്: ഹൈ സ്റ്റേഷനറി, എയർലി എക്സ്പാൻഡിങ്, ലേറ്റ് എക്സ്പാൻഡിങ്, ലോ സ്റ്റേഷനറി, ഡിക്ലൈനിങ്. ഇന്ത്യ തേർഡ് സ്റ്റേജ്. അടുത്തത് ഇതിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറയുന്നത്. ഈ ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു കൊച്ചിന്റെ ജനിച്ച് 6 മാസം വരെ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്, അതായത് ബ്രസ്റ്റ് ഫെഡ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അതാണ് നമുക്ക് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഒരു 2 വയസ്സ് വരെ കൊടുക്കാൻ എല്ലാവരോടും പറയും. എത്ര കാലം കൊടുക്കാൻ പറ്റുമോ അത്രയും കാലം കൊടുക്കുക എന്നാണ് പറയുന്നത്. കാര്യം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡാണ്, നല്ല ഹൈ ബയോളജിക്കൽ വാല്യൂ ഉണ്ട്, ഓൾമോസ്റ്റ് ഒരു കംപ്ലീറ്റ് ഫുഡ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഫുഡാണ് മിൽക്ക് എന്ന് പറയുന്നത്. സോ നമ്മളിത് പ്രൊവൈഡ് ചെയ്യാൻ തന്നെയാണ് പറയാറുള്ളത്. നമുക്കറിയാം ഇപ്പോഴത്തെ ഹോസ്പിറ്റൽസിലൊക്കെ റൂമിൻ അല്ലെങ്കിൽ കംകാരു മദർ കെയർ ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുട്ടി ജനിച്ച് 1 മണിക്കൂറിനുള്ളിൽ തന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, അമ്മയെ കുഞ്ഞിന്റെ അടുത്ത് കൊണ്ടുവരിക. ഇതാണ് നമ്മൾ ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത്. കാര്യം അത്രയും ഇമ്പോർട്ടൻസ് നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ്ങിന് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണെന്ന് ഓർക്കുക. ഇനി ഈ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുമ്പം എന്തുകൊണ്ടാണ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യേണ്ടി വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനകത്ത് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്, ബ്രസ്റ്റ് ഫീഡിങ് നമുക്കറിയാലോ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഫുഡാണ്, ഒരു ഫുഡാണ്. പിന്നെയെന്ന് പറഞ്ഞാല് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും ഇതിനകത്ത് ഒപ്റ്റിമം ലെവലുണ്ട്. അതായത് ഒരു 100 ml മിൽക്ക് എടുത്താൽ 70 കാലറി വരെയാണ് നമുക്ക് എന്ത് കിട്ടുക, ഒരു എനർജി കിട്ടുക. അപ്പൊ അത്ര എനർജിയാണ് നമുക്കൊരു കുട്ടിക്ക് ഒരു ദിവസം വേണ്ടത്. ഒരു 350 കലോറിയാണെന്ന് വിചാരിക്കുക. ഒരു ഇന്ത്യൻ വുമൺ ഒരു 400 അപ്രോക്സിമേറ്റ് ഒരു 400 to 600 ആണ് ഒരു ഇന്ത്യൻ വുമന്റെ ബ്രസ്റ്റ് മിൽക്കിന്റെ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അത്രയും ഉള്ള സമയത്ത് നമുക്കൊരു കൊച്ചിന്റെ എനർജി മീറ്റ് ചെയ്യാനാണെങ്കിലും ബാക്കിയുള്ള എല്ലാ ന്യൂട്രീഷ്യസും ഒരു പ്രോപ്പർ അല്ലെങ്കിൽ ഒരു ഐഡിയൽ ലെവലിലാണ് ബ്രസ്റ്റ് മിൽക്കിൽ പ്രൊവൈഡർ ആയിട്ടുള്ളത്. അടുത്തത് ഇമ്മ്യൂണിറ്റി. നമുക്കറിയാം അമ്മയുടെ ഫസ്റ്റ് ഫീഡ് ചെയ്യുന്ന കൊളസ്ട്രോൾ അത് ഫുള്ളി എന്തുവാണ്, ന്യൂട്രീഷൻ കൊണ്ട്, ന്യൂട്രീഷൻ മാത്രമല്ല ഇമ്മ്യൂണിറ്റി, അതായത് ആന്റിബോഡീസ് കൊണ്ട്. നമുക്കറിയാം IgA ഇമ്യൂണോഗ്ലോബുലിൻസ് ആണ് ബ്രസ്റ്റ് മിൽക്കിൽ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്കിൽ കാണുന്നത്. ഇതാണ് കുട്ടിയെ ഒരു 6 മാസം വരെയുള്ള കുട്ടിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രധാനമായിട്ടും ഇമ്മ്യൂണിറ്റി കിട്ടുന്നത് ഇതിൽ നിന്നാണ്. അപ്പം നമ്മൾ ജനിക്കുന്ന കുട്ടിക്ക് എത്രയും പെട്ടെന്ന് മിൽക്ക് കൊടുക്കുക. ഈ മിൽക്ക് കൊടുക്കുമ്പം ഒന്നെന്ന് പറയുന്നത് കുട്ടിയുടെ കലോറി, ന്യൂട്രീഷൻ ഇതെല്ലാം പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ അപ്പുറത്ത് ഇമ്മ്യൂണിറ്റി, 6 മാസം വരെ മെറ്റേണൽ ആന്റിബോഡീസ് കിട്ടുന്നത് ബ്രസ്റ്റ് മിൽക്കിൽ കൂടിയാണ്. അടുത്തത് ഇറ്റ്സ് ഓൾവേസ് ക്ലീൻ ആൻഡ് സ്റ്റെറൈൽ. നമുക്കറിയാം നിപ്പിൾ എപ്പോഴും ക്ലീനും സ്റ്റെറൈലും ആയിരിക്കണം. പിന്നെ നമ്മൾ ബോട്ടിൽസിലൊക്കെയാണ് ആക്കുന്നുണ്ടെങ്കിൽ ബോട്ടിൽസ് നന്നായിട്ട് ചൂടാക്കുന്നതായിരിക്കണം. പ്ലാസ്റ്റിക് ബോട്ടിൽസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക.
അത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി അവൈലബിൾ 24 മണിക്കൂർ അവൈലബിൾ ആണ്. റിക്വയർസ് നോ പ്രിപ്പറേഷൻ ഒന്നും ആവശ്യമില്ല. ഈസിലി ഡൈജസ്റ്റബിൾ, അതാണ് ഓർത്ത് വെക്കേണ്ടത്. മിൽക്ക് എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് ഫുഡാണ്. ഹൈ ബയോളജിക്കൽ വാല്യൂ, ഹൈ ഡൈജസ്റ്റബിലിറ്റി ഉള്ള ഒരു ഫുഡാണ്. സോ നമുക്കിത് പെട്ടെന്ന് ദഹിക്കും. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റില്ല. ഇൻ കേസ് ഇപ്പം നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് ഇല്ല എന്നുണ്ടെങ്കിലും കുട്ടിക്ക് കൊടുക്കാൻ എടുക്കുന്നത് കൗ മിൽക്കാണ്. അതുകൊണ്ട് മിൽക്ക് എന്ന് പറയുന്നത് എപ്പോഴും ഡൈജസ്റ്റബിലിറ്റി നല്ല പോലുള്ള ഒരു ഫുഡാണ്. അടുത്തത് നാച്ചുറൽ മെത്തേഡ് ഓഫ് കോൺട്രസെപ്ഷൻ. അതായത് ഒരു 100 സ്ത്രീകൾ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 60 പേർക്കൊക്കെ ഒരു കോൺട്രസെപ്റ്റീവ് എഫക്റ്റ് ലാക്ടേഷൻ കൊണ്ട് കിട്ടാറുണ്ട്. ഇത് ലാക്ടേഷനിൽ അമ്നോറിയ ഉണ്ടാവാറുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഇതൊരു കോൺട്രസെപ്റ്റീവ് മെത്തേഡായിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പാടില്ല. കാര്യം ഇതിന് ഫെയിലിയർ റേറ്റ് ഉണ്ട്. സക്സസ് ആവുന്നില്ല, പക്ഷെ ഒരു കോൺട്രസെപ്റ്റീവ് എഫക്റ്റ് ബ്രസ്റ്റ് ഫീഡിങ്ങിനുണ്ട്. അടുത്തത് ഇംപ്രൂവ്സ് ബോണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു അടുപ്പം, അത് നമ്മൾ ഈ അമ്മ കൊച്ചിൻ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും. ഇതാണ് നമ്മൾ മെയിൻ ആയിട്ടും ഈ ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ ഇനിഷ്യേറ്റീവ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് അവർ കണ്ടുപിടിച്ച ഒരു കാര്യം. അതായത് ഇതിന്റെയൊക്കെ പുറകിൽ ഈ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ഓരോ അമ്മയ്ക്കും കൊച്ചിന്റെ മേലിലും കൊച്ചിന് തിരിച്ചും ഉണ്ടാകുന്ന ഒരു അഫെക്ഷൻ ഉണ്ട്. അത് നമ്മൾ വളരെയധികം കൊച്ചിന്റെ ആ ഒരു മാനസിക ആരോഗ്യം വളർത്തിയെടുക്കുന്നതിന് ഭയങ്കര പങ്കുണ്ട്. അപ്പൊ അവിടെ ഒരു ബോണ്ടിങ് ഉണ്ടാകുന്നുണ്ട്. ഇനി സക്കിങ് ഈസ് ഗുഡ് ഫോർ ബേബി, അതായത് കൊച്ചായിട്ട് സക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പൊ അത് കൊച്ചിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. പക്ഷെ കൊച്ച് ട്രൈ ചെയ്യുന്നത്, കൊച്ചൊരു കാര്യം ശ്രമിച്ച് ചെയ്യുന്നതാണല്ലോ, അപ്പം അത് കുട്ടിക്ക് നല്ലതാണ്. ഇനി റെഡ്യൂസ് ഇൻഫന്റ് മോർട്ടാലിറ്റി. നമുക്കറിയാം നല്ലൊരു ഇമ്മ്യൂണിറ്റി ആണ് അമ്മയിൽ നിന്ന് കൊച്ചിലേക്ക് പാസ് ചെയ്ത് വരുന്നത്. സോ ഇൻഫെക്ഷൻ അങ്ങനെയുള്ള കുറെ രോഗങ്ങളിൽ നിന്നൊക്കെ കൊച്ചിനെ ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ ആന്റിബോഡീസ് ആണ്. ഇനി നോ കോസ്, നമുക്ക് എല്ലാവർക്കും അറിയാം, അമ്മയ്ക്ക് നല്ല പോഷകാഹാരങ്ങൾ കൊടുക്കുക, അമ്മയ്ക്ക് നല്ല റെസ്റ്റ് കൊടുക്കുക, അമ്മ ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അമ്മക്ക് നല്ല ന്യൂട്രീഷൻ കൊടുക്കുക, അമ്മയെ നല്ല പ്രോപ്പർ ആയിട്ട് മെന്റലി ഹെൽത്തി ആയിട്ട് ഇരിക്കുക, അമ്മയ്ക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുക, അമ്മയെ എപ്പോഴും അമ്മയ്ക്ക് നല്ല മാനസികാരോഗ്യം ഉണ്ടായാൽ മാത്രം മതി, ബാക്കിയെല്ലാം കൊച്ചിന് കിട്ടിക്കോളും. അപ്പൊ നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മ അത്രയും കെയർ കൊടുക്കണം. അമ്മയ്ക്കാണ് കെയർ കൊടുക്കേണ്ടത്. കാര്യം അമ്മയ്ക്കുള്ള ന്യൂട്രീഷൻ കഴിഞ്ഞിട്ട് കൊച്ചിന് കൂടി കൊടുക്കണം. സോ ആ സമയത്ത് അമ്മയ്ക്ക് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതാണ് ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു കുട്ടിയുടെ ആദ്യത്തെ 6 മാസത്തെ എല്ലാ കാര്യങ്ങളും, അതായത് എനർജി ആയിക്കോട്ടെ, ന്യൂട്രീഷൻ ആയിക്കോട്ടെ, ഇമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, എല്ലാം തീരുമാനിക്കുന്നത് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ഒരു അമ്മയിലാണ്. അപ്പൊ എത്രത്തോളം കുട്ടിക്ക് ആവശ്യമുണ്ടോ അത്രത്തോളം കുട്ടിക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതാണ് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത്. അമ്മക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ന്യൂട്രീഷൻ എപ്പോഴും പ്രൊവൈഡർ ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക. അടുത്തത്, ഇനി ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ജയിച്ച് എന്നുള്ള നിലയ്ക്ക് ഏതൊരു വിദ്യാർത്ഥി അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ് വാക്സിനേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. നമ്മൾ വാക്സിൻ ഇൻജെക്ട് ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എല്ലാ പ്രോഗ്രാമിനും അസിസ്റ്റ് ചെയ്യാനും ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനും ഇനി കാർഡ് ഫില്ല് ചെയ്യാനാണെങ്കിലും ഇതിന്റെ ക്ലിനിക്സിൽ ഇരിക്കാനാണെങ്കിലും നമ്മൾ എല്ലാത്തിനും ഇതിന്റെ ഒരു ഭാഗമായിട്ടുള്ള ആൾക്കാരാണ്. സോ നമുക്ക് ഇതിൽ വലിയൊരു പങ്കുള്ള ഒരു ജോലിയാണ് എന്തെന്ന് പറയുന്നത്, വാക്സിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വാക്സിനേഷനിൽ നമ്മൾ എന്തായാലും വാക്സിനേഷൻ ഷെഡ്യൂൾ അറിഞ്ഞിരിക്കണം. കാര്യം നമ്മൾ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ചെയ്യുമ്പോഴാണെങ്കിലും ഇനി UIPയുടെ ഭാഗമായിട്ടാണെങ്കിലും മോപ്പപ്പ് പ്രോഗ്രാംസിലൊക്കെ പോവുകയാണെങ്കിലും കുട്ടികളുടെ ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതൊക്കെ രോഗത്തിനുള്ള എതിരെയാണ് നമ്മൾ ഇതുവരെ വാക്സിൻ എടുത്തത്, ഇനി ഏതൊക്കെ കിട്ടാനുണ്ട്, ഇനി കിട്ടാനുള്ളതിൽ ഏത് കൊടുക്കണം എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ വയസ്സിലും കുട്ടിക്ക് ഏതെല്ലാം വാക്സിൻ കിട്ടിയെന്ന് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഇത് എന്തായാലും പഠിച്ചിരിക്കണം. ഇതൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാം. ഇനി ഇൻ കേസ് 5 മാർക്കിന് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് തന്നെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടോ ഇല്ലെങ്കിൽ ഒരു എസ്സേയുടെ കമ്പണന്റ് ആയിട്ടോ ഇത് ഉറപ്പായിട്ടും വരും. ഇതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് കൊച്ചിന് അറ്റ് ബർത്തിൽ കൊടുക്കുന്നതാണ്. അത് BCG, OPV, ഹെപ്പറ്റൈറ്റിസ് ബി. നമുക്കറിയാം ഇത് DHC പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിന്റെ അടുത്ത് നിന്ന് കിട്ടിയാണ്. ഇപ്പം ആ കുട്ടിയല്ല, ആ പയ്യൻ ഇപ്പൊ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു തന്നൊരു ന്യൂമോണിക് ആണ്. അത് അത്രയും നിങ്ങൾക്ക് എത്രത്തോളം എഫക്റ്റ് ആവുന്ന പറഞ്ഞാൽ, പക്ഷെ ഞങ്ങൾ എല്ലാവരും ഇത് വെച്ചാണ് പഠിച്ചത്. നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ന്യൂമോണിക് ആയിരുന്നു അത്. അതിൽ പറയുന്നതെന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ വാക്സിനേഷൻ പഠിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അത് ഇച്ചിരി പാടാണ്. അപ്പൊ നമ്മൾ ഒരു ന്യൂമോണിക്കിൽ പഠിക്കാന്ന് പറഞ്ഞാല് ഇതും അത്ര സിമ്പിൾ അല്ല. പക്ഷെ ഇതൊന്ന് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് പെട്ടെന്ന് കിട്ടും. അതുകൊണ്ടാണ്. അപ്പം ഇതിൽ പറയുന്നത് പറഞ്ഞാല്
ഹോബി എന്നാണ് ഞങ്ങൾ പഠിച്ചു വെച്ചിരുന്നത്. അതായത് കുട്ടി ജനിക്കുന്ന സമയത്ത് കുട്ടിക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുക എന്ന് പറയുന്നത് ഡോക്ടർ ഒരു ഹോബിയാണ്. അതായത് ഹെപ്പറ്റൈറ്റിസ് ബി, OPV, BCG. ഓക്കെ. ഇനി 6ാമത്തെ വീക്കിൽ നമ്മൾ കൊടുക്കുന്നതിന് ഒരു IPL സീസൺ 1 എന്നാണ് പഠിച്ചത്. അപ്പൊ ഇത് നിങ്ങൾക്ക് എളുപ്പമാണെങ്കിൽ പഠിക്കാം, അല്ലെങ്കിൽ വിട്ടേക്കാം. ഇൻ കേസ് നമുക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പഠിപ്പിക്കുന്നത്. OPV, 6 റോട്ട, IPV, PCV, LPV. അതായത് പെന്റാവാലന്റിന്റെ വേറെ പേരാണ്, ലിക്വിഡ് പെന്റാവാലന്റ് ആണ് LPV എന്ന് പറയുന്നത്. അത് ഒരു IPL സീസൺ 1 ഇതിനകത്ത് ഈ കൊടുക്കുന്നതിന് എല്ലാത്തിന്റെയും ഫസ്റ്റ് ഡോസ് ആണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ സീസൺ 1 എന്ന് പറഞ്ഞത്. ഓക്കെ. ഇനി നമ്മൾ കൊടുക്കുന്നത് 10ാമത്തെ വീക്കിലാണ്. അവിടെയാണെന്നുണ്ടെങ്കിൽ Oയും Rഉം Lഉം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഇതിന്റെ എല്ലാം സെക്കൻഡ് ഡോസ് കൊടുക്കും. ഏതൊക്കെയാ? OPV, PC റോട്ട, LPV. LPV ആണ് പെന്റാവാലന്റ്. ഓക്കെ. ഇനി അടുത്തത് 14ാമത്തെ വീക്കിൽ. 14ാമത്തെ വീക്കിൽ നമുക്കറിയാം നേരത്തെ കൊടുത്ത ഒരു IPL സീസൺ 1 എന്ന് പറഞ്ഞെടുത്ത് സീസൺ 2 കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം Oയും Rഉം എല്ലാം നമ്മൾ ഓൾറെഡി കൊടുത്തു. ബാക്കിയുള്ളതിന് എല്ലാത്തിനും സെക്കൻഡ് ഡോസ് കൊടുക്കുക. Oയും Rഉം Lനും തേർഡ് കൊടുക്കുക, തേർഡ് ഡോസ്. ഓക്കെ. ഇനി 9ാം മാസത്തിൽ അവിടെ ഓർത്ത് വെക്കേണ്ടത് തന്നെ മീസിൽസ്, റുബല്ലയും ജെയും കൊടുത്തു തുടങ്ങുന്നത് 9ാമത്തെ മാസത്തിലാണ്. പിന്നെ വൈറ്റമിൻ എ പ്രോഫിലാക്സിസ്. വൈറ്റമിൻ എ നമുക്ക് എല്ലാവർക്കും അറിയാം സെറോഫ്താൽമിയ തടയുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തു തുടങ്ങിയതാണ്. ഒരു നാഷണൽ പ്രോഗ്രാം ആയിട്ട് തന്നെ കൊടുക്കുന്ന ഒരു മരുന്നാണ് ഇത്. ആദ്യത്തെ 9ാമത്തെ മാസം നമ്മൾ 1 lakh ഇന്റർനാഷണൽ യൂണിറ്റ് കൊടുക്കും. പിന്നെ അങ്ങോട്ട് 6 മാസം ഇടവേളകളിൽ 2 ലക്ഷം ഇന്റർനാഷണൽ യൂണിറ്റ്, അങ്ങനെ 5 വയസ്സ് വരെ കൊടുക്കും. മൊത്തം 9 ഡോസ്. പിന്നെ അതിൽ തന്നെ നമ്മളിങ്ങനെ പഠിച്ചാൽ മതി. പക്ഷെ നിങ്ങൾക്ക് അറിവിന് വേണ്ടിയിട്ട് പറയുന്ന, ഇപ്പൊ ഈ കുട്ടിക്ക് ഒരു 8 കിലോ വെയിറ്റേ ഉള്ളൂ എന്ന് വിചാരിക്കാം. 2ാമത്തെ ഡോസ് കൊടുക്കേണ്ട സമയത്ത്, അതായത് ഒരു 16 to 24 മാസത്തിലും കൊച്ചിന് ആ ഒരു 8 കിലോയിൽ താഴെയാണ് വെയിറ്റ് എന്നുണ്ടെങ്കിൽ കൊച്ചിന് അപ്പോഴും 2ാമത്തെ ഡോസും 1 ലക്ഷം തന്നെ കൊടുക്കുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ഡോസ് 1 ലക്ഷവും പിന്നെ അങ്ങോട്ട് 2 ലക്ഷമാണ് കൊടുക്കുന്നത്. ഇൻ കേസ് കൊച്ചിന്റെ വെയിറ്റ് 8 കിലോയിൽ താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1 ലക്ഷമേ കൊടുക്കാറുള്ളൂ. പിന്നെ FIPയുടെ തേർഡ് ഡോസ് കൊടുക്കുന്നുണ്ട്, JE കൊടുക്കുന്നുണ്ട്, PCV ബൂസ്റ്ററും കൊടുക്കുന്നുണ്ട്. അടുത്തത് 16 to 24 മാസം DPT ഫസ്റ്റ് ബൂസ്റ്റർ, OPV, മീസിൽസും റുബല്ലയും സെക്കൻഡ് ഡോസ്, JE സെക്കൻഡ് ഡോസ്, വൈറ്റമിൻ എയുടെ സെക്കൻഡ് ഡോസ് കൊടുത്തു തുടങ്ങുന്നു. 6 മാസം വരെ നമ്മൾ കൊടുക്കും. 6 മാസം ഇടവിട്ട് 5 വയസ്സ് വരെ കൊടുക്കും. പിന്നെ 5 to 6 വയസ്സിൽ DPTയുടെ സെക്കൻഡ് ബൂസ്റ്റർ കൊടുക്കും. പിന്നെ 10ാം വയസ്സിലും 16ാമത്തെ വയസ്സിലും TD കൊടുക്കും. നമുക്കറിയാം, നമുക്ക് സ്കൂളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഓർത്ത് വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ FIPVയും പിന്നെ BCG മാത്രമാണ് നമ്മൾ ഇൻട്രാഡെർമൽ കൊടുക്കുന്നത്. അവര് 0.1 മതി ഡോസ്. പിന്നെ ഉള്ളതിൽ മീസിൽസ്, റുബല്ലയും JEയും നമ്മൾ കൊടുക്കുന്നത് സബ്ക്യൂട്ടേനിയസ്ലി ആണ്. ബാക്കിയെല്ലാം ഇൻട്രാഡെർമൽ ആണ് കൊടുക്കുന്നത്. അതിലും ഓറലി കൊടുക്കുന്ന 2 മരുന്നുള്ളത് OPVയും റോട്ടയും. ഓർത്ത് വെക്കുക, OPVയും റോട്ടയും നമ്മൾ ഓറലി ആണ് കൊടുക്കുന്നത്. OPV 2 ഡോസും റോട്ട 5 തുള്ളിയും, 2 തുള്ളി 5 തുള്ളി അങ്ങനെയാണ് കൊടുക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓറലി കൊടുക്കുന്നത് OPVയും റോട്ടയും. ഇനി ഇത് നമ്മൾ ഒരു കുട്ടിക്ക് കൊടുക്കുന്നതാണ് പറഞ്ഞത്. ഇനി നമ്മൾ പ്രഗ്നന്റ് വുമൻസിന് കൊടുക്കും. അവർക്ക് നമ്മൾ കൊടുക്കുന്നത് TD ആണ് കൊടുക്കുന്നത്. TD ആദ്യം ഒരെണ്ണം കൊടുക്കും. എന്നാണോ പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നത് അന്ന് നമ്മളൊരു ഡോസ് കൊടുക്കുക. 1 മാസം കഴിഞ്ഞിട്ട് 2ാമത്തെ ഡോസും കൂടി കൊടുക്കണം. ഇനി ഇതിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻ കേസ് അമ്മ 3 വർഷത്തിനിടയിൽ വീണ്ടും പ്രഗ്നന്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ 1 ഡോസ് കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ 2 ഡോസ് തന്നെ, പറയുന്ന പോലെ തന്നെ ഫസ്റ്റ് ഡോസ് എടുത്ത് 1 മാസം കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡോസ് കൊടുക്കുക. ഇൻ കേസ് പ്രഗ്നൻസി 3 വർഷത്തിനുള്ളിൽ വീണ്ടും നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1 ഡോസ് കൊടുത്താൽ മതി. ഇനി ഇതിലൊരു നമ്മളൊരു കാര്യം പ്രത്യേകം പഠിക്കാനുള്ളതാണ്, JE എന്ന് പറയുന്നത് തിരുവനന്തപുരത്തും ആലപ്പുഴയിലും മാത്രമേ നിലവിൽ കൊടുക്കുന്നുള്ളൂ. എൻഡമിക് ആയിട്ടുള്ള ജില്ലകളിൽ, ബാക്കിയുള്ളിടത്ത് കൊടുക്കാറില്ല. ഇതാണ് ഷെഡ്യൂൾ. എന്തായാലും പഠിക്കുക. ഇതിലിപ്പം ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടാകും. ഓർത്ത് വെക്കുക, ഡെർമൽ കൊടുക്കുന്നത് 0.1 ml സബ്ക്യൂട്ടേനിയസ്ലി ആണെങ്കിലും ഇനി ഇൻട്രാ മസ്കുലാർ ആണെങ്കിലും നമ്മളത് 0.5 ml ആണ് കൊടുക്കുന്നത്. ഓർത്ത് വെക്കുക, 2 എണ്ണമാണ് ഓറലി കൊടുക്കുന്നത്, OPVയും റോട്ടയും. ഇനി ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലോട്ടാണ് നമ്മൾ കിടക്കുന്നത്, ഫാമിലി പ്ലാനിങ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഫാമിലി പ്ലാനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അതായത് നമ്മൾ
ആവശ്യമുള്ള ഒരു ഫാമിലിക്ക് ആവശ്യമായിട്ടുള്ള കുട്ടികൾ എത്രത്തോളം കുട്ടികളെ വേണോ അത്രയും കുട്ടികളെ മെയിൻറ്റെയിൻ ചെയ്യാനും ഇനി അവർക്ക് വേണ്ടാത്ത പ്രഗ്നൻസികൾ അവോയ്ഡ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന നമ്മൾ തുടങ്ങിയ ഒരു പ്രോഗ്രാം ഉണ്ട്, നാഷണൽ ഫാമിലി പ്ലാനിങ് പ്രോഗ്രാം എന്ന് പറയുന്ന. ആ പ്രോഗ്രാമിനകത്ത് നമ്മൾ കൊണ്ടുവന്ന കുറച്ച് പ്രാക്ടീസസ് അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് കൊണ്ടുവന്ന ഐഡിയാസ് ആണ് പറയുന്നത്. ടു അവോയ്ഡ് അൺവാണ്ടഡ് ബർത്ത്, ടു ബ്രിങ് അബൌട്ട് വാണ്ടഡ് ബർത്ത്, ടു റെഗുലേറ്റ് ദ ഇന്റർവെൽ ബിറ്റ്വീൻ പ്രഗ്നൻസീസ്, to control the time at which birth occurs in relation to age of the parent, to determine the number of children in the family. അതായത് നമുക്ക് ഒരു ഫിയറോ പേടി ഇല്ലാതെ സെക്ഷൽ ഇന്റർകോഴ്സിൽ ചേരണം. അതായത് കുട്ടി ഉണ്ടാകുന്നു എന്നുള്ള ഒരു ഭയമില്ലാതെ സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഫാമിലി പ്ലാനിങ് പ്രോഗ്രാം അതിന്റെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾക്ക് ഇപ്പം ഒരു കുട്ടി ഉണ്ടായി 3 വർഷത്തിന് ശേഷമാണ് ഐഡിയലി ഒരു രണ്ടാമത്തെ കുട്ടി ഉണ്ടാകാൻ പാടുള്ളൂ. അതായത് ഫസ്റ്റ് കുട്ടിയുടെ ഒരു ന്യൂട്രീഷണൽ സ്റ്റാറ്റസിനും അല്ലെങ്കിൽ ആ ഒരു കുട്ടിയുടെ ഹെൽത്തിനും ഒക്കെ നല്ലത് അങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു കുട്ടികൾക്ക് ഇടയിൽ ഒരു സ്പേസിങ് ചെയ്യാനാണെങ്കിലും ഇനിയിപ്പം ഒരു കുട്ടി മതിയെന്ന് വിചാരിക്കുന്നവർക്കാണെങ്കിലും ബാക്കി അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രഗ്നൻസീസ് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ഫാമിലി പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ ഫാമിലി പ്ലാനിങ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ നമ്മൾ പിന്നീട് മാറ്റി. അതൊരു 1976 കാലഘട്ടമൊക്കെ ആയപ്പോൾ നമ്മൾ ഈ ഫാമിലി പ്ലാനിങ് മാറ്റിയിട്ട് ഫാമിലി വെൽഫെയർ എന്നാക്കി. ഫാമിലി വെൽഫെയർ എന്ന് പറയുമ്പോൾ ഈ പ്രഗ്നൻസിയെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഫുള്ളി ഒരു ഫാമിലിയുടെ വെൽഫെയർ, അതായത് അവിടുത്തെ ഷെൽട്ടർ, ന്യൂട്രീഷൻ, എംപ്ലോയ്മെന്റ്, ഹെൽത്ത്, വുമൺ വെൽഫെയർ, അങ്ങനെ കുറെ സ്പെക്ട്രം ഓഫ് ഐഡിയാസ് കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമാണ് ഫാമിലി വെൽഫെയർ പ്രോഗ്രാം എന്ന് പറയാം. ഇപ്പൊ ഫാമിലി പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബെർത്ത് റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രം, മിയർലി ബെർത്ത് റെഗുലേറ്റ്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫാമിലി പ്ലാനിങ് കൊണ്ടിട്ട്. പക്ഷേ ഫാമിലി വെൽഫെയർ എന്ന് പറയുമ്പോൾ ഫാമിലിയുടെ വെൽഫെയർ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ ഹെൽത്ത്, ന്യൂട്രീഷൻ, എല്ലാ കമ്പോണൻസും അതിനകത്ത് വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഫാമിലി പ്ലാനിങ്ങിന്റെ ഐഡിയാസും എടുക്കുന്നുണ്ട്. അതായത് ഒരു ഫാമിലിക്ക് 2 കുട്ടിയാണ് ഐഡിയലി നല്ലത്. നമ്മുടെ കൺട്രിയുടെ ഡെവലപ്മെന്റിനും അങ്ങനെയാണ് നല്ലത്. 2 പേരെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അച്ഛനെ അമ്മയെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി 2 കുട്ടികൾ. അതിൽ തന്നെ ഒരു കുട്ടി ഉണ്ടായി 3 വർഷം കഴിഞ്ഞ് അടുത്ത കുട്ടി ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ 2 പേരുടെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ഐഡിയലി നന്നായിട്ട് പോകും. അതുകൊണ്ട് നമ്മൾ കൊണ്ടുവന്ന ഒരു ഐഡിയ ആണ് ഫാമിലി പ്ലാനിങ്. ഇപ്പൊ അത് ഫാമിലി വെൽഫെയർ ആയിട്ട് പോകുന്നുണ്ട്. പക്ഷെ അതിന്റെ രണ്ടിന്റെയും ഉള്ളിലുണ്ടായിരുന്ന ഐഡിയാസ് ഒന്നും മാറിയിട്ടില്ല. ഇത് കുറച്ചുകൂടി ബ്രോഡർ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഫാമിലി വെൽഫെയർ. ഫാമിലി പ്ലാനിങ് എന്ന് പറയുമ്പോൾ മിയർലി ബെർത്ത് കൺട്രോൾ മാത്രമേ ഉള്ളൂ. ഇനി ഈ ബെർത്ത് കൺട്രോൾ എന്ന് പറയുന്ന ആ ഒരു ഐഡിയക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്ന ഒരു ടേമാണ് കോൺട്രാസെപ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കോൺട്രാസെപ്ഷൻ എന്ന് പറഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രഗ്നൻസിയെ ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ഫാമിലി പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് കോൺട്രാസെപ്ഷനിലും പറയുന്നത്. അതായത് ഫെർട്ടിലൈസേഷൻ തടയുക. ഇനി ഇൻ കേസ് ഫെർട്ടിലൈസേഷൻ നടന്നാൽ അത് ഇംപ്ലാന്റേഷൻ നടക്കുക, അങ്ങനെ ഒരു കുട്ടി ഉണ്ടാകുന്നത് തടയുക എന്നുള്ളതാണ് നമ്മൾ കോൺട്രാസെപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പല രീതിയിലുള്ള കോൺട്രാസെപ്റ്റീവ് ഡിവൈസസ് ഉണ്ട്, മെത്തേഡ്സ് ഉണ്ട്, നാച്ചുറൽ ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഉണ്ട്, അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഈ നമ്മൾ കോൺട്രാസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ സ്പെർമും ഓവോയും തമ്മിൽ യുണൈറ്റ് ചെയ്യാതിരിക്കുക, ഇനി ഇല്ലാന്നുണ്ട ഓവുലേഷനെ തടയുക. അതേപോലെ തന്നെ നമുക്ക് സ്പെമാറ്റോജെനിസിസും തടയാം കേട്ടോ, ബോയ്സിലും സ്പെമാറ്റോജെനിസിസ് തടയാം. ഇനി ഇൻ കേസ് ഇത് രണ്ടും നടന്നു കഴിഞ്ഞാൽ ഇംപ്ലാന്റേഷൻ നടക്കുക, അതായത് ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഓവത്തെ എൻഡോമെട്രിയത്തിൽ ഇംപ്ലാന്റ് ചെയ്യുന്നത് തടയുക. ഇതാണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് കൊണ്ട് നമ്മൾ യൂസ് ചെയ്യാൻ നമ്മൾ മെയിൻലി ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു, ഈ പറഞ്ഞ 3-ൽ ഏതെങ്കിലും ഒരു ഐഡിയ വെച്ചിട്ടായിരിക്കും ഈ താഴെ പറയുന്നവയിലെല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പൊ ആദ്യത്തേന്ന് പറയുന്നത് നമ്മൾ ഇതിനെ മെയില് ഫീമെയിൽ എന്ന് തിരിച്ചിട്ടാണ് ടെമ്പററി ആണെങ്കിലും പെർമനന്റ് മെത്തേഡ്സ് ആണെങ്കിലും പറയുന്നത്. ഇതിൽ നമ്മൾ സ്പേസിങ് മെത്തേഡ്സും ഉണ്ട്, അതേപോലെ തന്നെ ടെർമിനൽ മെത്തേഡ്സും ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് ബോക്സിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ അതെല്ലാം സ്പേസിങ് ആണ്. ഇതെല്ലാം സ്പേസിങ് മെത്തേഡ്സ് ആണ്. സ്പേസിങ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് നമുക്കൊരു നിശ്ചിത കാലയളവിലേക്ക് പ്രഗ്നൻസിയെ തടയണം. അത് കഴിയുമ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, റിവേഴ്സിബിൾ ആണ്. അതായത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഓക്കെ ഇത് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കി. അപ്പൊ നമ്മളൊരു 3 വർഷത്തേക്കാണ് കുട്ടി വേണ്ടാന്ന് വിചാരിക്കുന്നത്, അത്രയും കാലം ഇത് യൂസ് ചെയ്യുന്നു, അത് കഴിയുമ്പോൾ ഓക്കെ നിർത്തുന്നു. പിന്നെ കുട്ടിയെ അതായത് നമുക്ക് വേണ്ട പ്രഗ്നൻസിയെ വീണ്ടും പഴയതുപോലെ നമുക്ക് കുട്ടിയെ വേണമെന്ന് തോന്നുമ്പം കുട്ടികളെ ഉണ്ടാക്കുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് പ്രഗ്നൻസി റെഗുലേറ്റ് ചെയ്യേണ്ട അത്രയും കാലം റെഗുലേറ്റ് ചെയ്യുക, അത് കഴിയുമ്പോഴേക്കും തിരിച്ചു കൊണ്ടുവരിക. ആ ഒരു നമ്മളുടെ ഇപ്പൊ ഒരു കുട്ടിയെ വേണമെന്നുണ്ടെങ്കിൽ ഓവുലേഷൻ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക 3 വർഷത്തേക്ക്, അത് കഴിയുമ്പോഴേക്കും വീണ്ടും ഓവുലേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് ഈ മെത്തേഡ്സിന്റെ പ്രത്യേകത.
നമുക്കൊരു നിശ്ചിത കാലത്തേക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യാം, അല്ല അങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് ഇതൊരു സ്പേസിങ് മെത്തേഡാണ്, അത് ടെമ്പററി ആയിട്ട് ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. അതിൽ ആദ്യം പറയുന്നതെന്ന് പറഞ്ഞാൽ മെയിൽസിന് വേണ്ടിയിട്ടുള്ള 2 മെത്തേഡ്സ് ആണ്. ഒന്ന് കോണ്ടോവും വിഡ്രോവലും. നമുക്കറിയാം കോണ്ടോ എന്ന് പറഞ്ഞാൽ ഒരു കൺവെൻഷണൽ മെത്തേഡാണ്. സ്പോട്ടിൽ നമുക്ക് എപ്പോഴാണോ സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടാൻ താല്പര്യമുള്ളത് ആ സമയത്ത് കോണ്ടം യൂസ് ചെയ്യുന്നു. അത് കഴിയുമ്പം അത് റീയൂസബിൾ അല്ല, നമ്മളത് പിന്നെ കളയേണ്ടി വരുന്നു. ഇതിൽ തന്നെ ഇവിടെ നമ്മൾ മെയിൽ കോണ്ടം പറഞ്ഞുകൊണ്ട് പറയാണ്, ഫീമെയിൽസിനും കോണ്ടം ഉണ്ട്, മെയിൽ കോണ്ടം ഫീമെയിൽ കോണ്ടം ഉണ്ട്. പക്ഷെ ടെക്സ്റ്റിൽ മെയിൽ കോണ്ടം മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് മെയിൽ കോണ്ടംസ് ഫോക്കസ് ചെയ്ത് പഠിക്കുക, ഫീമെയിൽ കോണ്ടം ഉണ്ടെന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. ഇനി അടുത്തത് വിഡ്രോവൽ മെത്തേഡ് ആണ്. വിഡ്രോവൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോയിറ്റസ് ഇൻട്രപ്റ്റസ്, അതായത് സ്പേം വജൈനയുടെ ഉള്ളിൽ പ്രവേശിക്കുന്നത് നമ്മളങ്ങ് തടയും. അതായത് ആ ഒരു സമയത്ത് നമ്മൾ സ്പേം വെളിയിലേക്ക് ഇജാക്കുലേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു പ്രീ ഇജാക്കുലേറ്ററി ഫ്ലൂയിഡ് ഉണ്ട്. അപ്പൊ അത് നമ്മളുടെ സെക്ഷൽ ഇന്റർകോഴ്സിന്റെ ആദ്യം തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫെയിലിയർ റേറ്റ് ഉണ്ടാവും. അതുകൊണ്ട് വിഡ്രോവൽ എന്ന് പറയുന്നത് ഹൈ ഫെയിലിയർ റേറ്റ് ഉള്ളതാണ്. നമ്മൾ ഒരിക്കലും സജസ്റ്റ് ചെയ്യാത്ത ഒരു മെത്തേഡാണ് വിഡ്രോവൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഫീമെയിൽസിലുള്ളതാണ്. ആദ്യത്തത് ഇൻട്രായൂട്രൈൻ ഡിവൈസസ്. നമുക്കറിയാം IUDs, അത് തന്നെ 3 ടൈപ്പാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് നമ്മൾ പണ്ട് തൊട്ടേ കണ്ടുവരുന്ന കൺവെൻഷണൽ IUDs, അതായത് ഇനേർട്ട് IUDs, ഹോർമോൺസോ അല്ലെങ്കിൽ നോൺ മെഡിക്കേറ്റഡ് ആയിട്ടുള്ളത്, നമ്മുടെ ലിപ്പീസ് ലൂപ്പ് പോലെ പറയുന്നത്. നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഓർത്ത് വെച്ചിരിക്കുക. നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ കോപ്പർ IUDs ആണ്. കോപ്പർ IUDs എന്ന് പറഞ്ഞാൽ കോപ്പർ T380Aയും കോപ്പർ T200Bയും. ഇത് രണ്ടുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ കോപ്പർ T380Aക്ക് ഒരു 10 വർഷം വരെ കാലാവധി പറയുന്നുണ്ട്. 200ന് ഒരു 4 to 5 years ആണ് കാലാവധി പറയുന്നത്. കോപ്പർ ആണ് പുറത്ത് വരുന്നത്. കോപ്പർ സ്പേമിന്റെ മോട്ടിലിറ്റി കുറയ്ക്കും, പിന്നെ ഒരു സെർവൈക്കൽ മ്യൂക്കസ് തിക്കാക്കുകയും ചെയ്യും. അപ്പം സ്പേമിന് അകത്ത് കടക്കാൻ പറ്റില്ല. ഇൻ കേസ് അകത്ത് കടന്നാൽ പോലും അതിന് ഫെർട്ടിലൈസേഷൻ നടക്കത്തില്ല, അകത്തേക്ക് എത്തത്തില്ല. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇംപ്ലാന്റേഷൻ അല്ല, ഫെർട്ടിലൈസേഷൻ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഇൻട്രായൂട്രൈൻ ഡിവൈസ്, അത് കോപ്പർ T കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൽ തന്നെ ഹോർമോണൽ ആയിട്ടുള്ളതുണ്ട്, പ്രൊജസ്ട്രോൺ ഫിൽഡ് ആയിട്ടുള്ളത്, പ്രൊജസ്ട്രോൺ റിലീസ് ചെയ്യുന്നതായിട്ടുള്ളത്. അതൊന്നും നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല. അടുത്തത് ഹോർമോണൽ കോൺട്രസെപ്റ്റീവ്. ഇത് ഓർത്ത് വെക്കണമെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഒരു തവണ 5 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഇത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കണം. അതിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് പറഞ്ഞാൽ ഓറൽ പിൽസ് ആണ്. ഓറൽ പിൽസ് നമുക്കറിയാം, ഓറൽ പിൽസ് മാല എൻ മാലാഡി എന്നൊക്കെ കേട്ടിട്ടില്ല. ഇത് രണ്ടും നമുക്ക് ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിൽ ഉണ്ടാക്കുന്ന 2 മരുന്നുകളാണ് മാല എന്നും മാലാഡിയും. ഇതിൽ രണ്ടിലും 28 ടാബ്ലറ്റ് ഉണ്ട്. അതിൽ 7 അയൺ ടാബ്ലറ്റും 21 നമ്മുടെ ഓറൽ പില്ലും ആണ്. അപ്പൊ ഇത് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം മെൻസ്ട്രേഷന്റെ ഒരു 5ാമത്തെ ദിവസമാണ് ഇത് കഴിച്ചു തുടങ്ങുന്നത്. അങ്ങനെ ഒരു 28 ദിവസം കഴിക്കുന്നു. ഇൻ കേസ് നമ്മൾ ഒരു ദിവസം കഴിക്കാൻ മറന്നുപോയാൽ എപ്പോഴാണോ ഓർക്കുന്നത് അപ്പൊ തന്നെ അടുത്തതെടുത്ത് കഴിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ മാല എന്നിലും മാല ഡിയിലും, മാല എൻ എന്ന് പറയുന്നത് നമുക്ക് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. മാല ഡിക്ക് ഒരു 3 രൂപ കൊടുക്കേണ്ടി വരും, ഷോപ്സിലൊക്കെ അവൈലബിൾ ആണ്. ഇതില് പ്രൊജസ്ട്രോണും ഉണ്ട് ഈസ്ട്രോജനും ഉണ്ട്. ഇതൊരു കമ്പൈൻഡ് പില്ലാണ്, ഇതിൽ രണ്ടും ഉണ്ട്, 2 ഹോർമോൺസും ഉണ്ട്. ഇനി ഇൻജെക്റ്റബിൾസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് DMPAയും നെറ്റിയനും ഉണ്ട്. DMPA എന്ന് പറഞ്ഞാൽ ഡിപ്പ പ്രൊവേറ മെത്തറോക്സി പ്രൊജസ്ട്രോൺ അസറ്റേറ്റ് എന്നും, നെറ്റിയൻ എന്ന് പറഞ്ഞാൽ നോർ എത്തിസ്റ്റെറോൺ എനാന്തേറ്റ് എന്ന് പറയാം. ഇത് രണ്ടും ഈസ്ട്രജൻ ഫ്രീ ആണ്, അതായത് പ്രൊജസ്ട്രോൺ ഒള്ളി ആയിട്ടുള്ള 2 ഇൻജെക്റ്റബിൾസ് ആണ്. അപ്പൊ ഇത് രണ്ടും നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ഇൻജെക്ട് ചെയ്ത് വെക്കുന്ന, നമ്മുടെ ബോഡിയിൽ ഇൻജെക്ട് ചെയ്യുന്ന 2 തരം കോൺട്രാസെപ്റ്റീവ്സ് ആണ് DMPAയും നെറ്റിയനും. ഇനി സബ്ഡെർമൽ ഇംപ്ലാന്റ്സ്. സബ്ഡെർമൽ ഇംപ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്സിലർ റീജിയണിലൊക്കെ നമ്മൾ ഇംപ്ലാന്റ് ചെയ്ത് വെക്കുന്നതാണ്. ഒരു 5 വർഷം വരെ കാലാവധി കിട്ടും. ഇതും ഈസ്ട്രജൻ ഫ്രീ ആണ്, പ്രൊജസ്ട്രോൺ ഒള്ളിയാണ്. നോർപ്ലാന്റ് എന്ന് പറയുന്നത് അതിനൊരു എക്സാമ്പിൾ ആയിട്ട് വരുന്ന ഒരു ഡിവൈസ് ആണ്, സബ്ഡെർമൽ ഇംപ്ലാന്റിന് എക്സാമ്പിൾ ആണ്. ഇനി അടുത്തത് ഡയഫ്രം. നമുക്കറിയാം വജൈനൽ ഡയഫ്രം എന്നാണ് അതിനെ പറയുന്നത്. ഡച്ച് ക്യാപ്പ് എന്ന് പറയും. വുമൻസിന്റെ വജൈനയുടെ ഉള്ളിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നതാണ്. റീയൂസബിൾ ആയിട്ടുള്ളതാണ്. ഒരു 6 മണിക്കൂറെങ്കിലും നമ്മൾ മിനിമം അതവിടെ വെച്ചിരിക്കണം. അത് കഴിയുമ്പോൾ അത് റിമൂവ് ചെയ്ത് കഴുകി വൃത്തിയാക്കി വീണ്ടും വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതിന്റെ എഫിക്കസി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്ത് എന്തെങ്കിലും ക്രീംസോ ജെല്ലീസോ ഒക്കെ പുരട്ടുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാരണം ഡയഫ്രം ഒറ്റയ്ക്ക് വെക്കുമ്പം അതിനൊരു ഇച്ചിരി ഫെയിലിയർ റേറ്റ് ഉണ്ട്. അടുത്തത് ഫോം ടാബ്ലറ്റ്സ്, ജെല്ലീസ് ആൻഡ് ക്രീംസ്. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഫോം ടാബ്ലറ്റ് ആയിക്കോട്ടെ, ജെല്ലീസ് ആയിക്കോട്ടെ, ക്രീംസ് ആയിക്കോട്ടെ, ഇതെല്ലാം വജൈനയുടെ ഉള്ളിൽ വെക്കുന്നതാണ്. ഇപ്പൊ ഫോംസ് ആണെങ്കിൽ ഒരു ടാബ്ലറ്റ് ആണ്, അത് വെക്കുമ്പോൾ നമ്മൾ ഫോം ടാബ്ലറ്റ് ആണ്, അത് ഫോം ആയിട്ട് മാറും. ഇനി ക്രീംസും ജെല്ലീസും ആണെങ്കിലും ഇതിനകത്ത് എല്ലാത്തിനകത്തും നൊണോക്സിനോൾ 9 എന്ന് പറയുന്ന ഒരു തരം സ്പെർമിസൈഡ് ഉണ്ട്. അപ്പൊ ഇത് നമ്മുടെ ഉള്ളിൽ ചെല്ലുന്ന അതിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പം
സ്പേമിനെ എന്ത് ചെയ്യും? സ്പേമിനെ കൊല്ലുവാണ് ചെയ്യുന്നത്. അപ്പം അത് രണ്ടും നൊണോക്സിനോൾ 9 എന്ന് പറയുന്നതാണ് ആ സ്പെർമിസൈഡിന്റെ പേര്. ഇനി അടുത്തത് റിതം മെത്തേഡ്. റിതം മെത്തേഡ് നമ്മൾ സേഫ് പീരീഡ് മെത്തേഡ്, സേഫ് പീരീഡ് മെത്തേഡ് എന്ന് പറയും, ഇല്ലെങ്കിൽ കലണ്ടർ മെത്തേഡ് എന്ന് പറയും, ഇല്ലെങ്കിൽ നമ്മൾ പ്രോഗ്രാംഡ് സെക്സ് എന്നൊക്കെ പറയും. അതായത് ഒരു പെൺകുട്ടിയുടെ മെൻസ്ട്രൽ സൈക്കിൾ നോക്കിയിട്ട് ഫെർട്ടൈൽ പീരീഡിനെ ഒഴിവാക്കി ബാക്കിയുള്ള സമയങ്ങൾ സേഫ് ആയിട്ടുള്ള പീരീഡാണ് സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടാൻ. അതിനൊരു കലണ്ടർ പോലെ 28 ദിവസം വെച്ചിട്ട് അതിന്റെ ഒരു മാസത്തിന്റെ പകുതി ദിവസം സേഫ് പീരീഡ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇതും നമുക്ക് ഇറഗുലർ ആയിട്ടുള്ള മെൻസ്ട്രേഷൻ ഉള്ളവരിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു മെത്തേഡാണ്. ഫെയിലിയർ റേറ്റ് നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതലുണ്ട്. അത്ര ഐഡിയൽ ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല. ഇത് ഇത്രയും നമ്മൾ പറഞ്ഞത് സ്പേസിംഗ് മെത്തേഡ് ആണെങ്കിൽ ഇനി പറയാൻ പോകുന്നത് ടെർമിനൽ മെത്തേഡാണ്. ടെർമിനൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ അതിനും മെയിലിനും ഉണ്ട്, ഫീമെയിലിനും ഉണ്ട്. മെയിലില് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ വാസക്ടമി ആണ്. വാസക്ടമി എന്ന് പറയുമ്പം മെയിൽസിന്റെ വാസ് ഡിഫറൻസ് നമ്മൾ എന്ത് ചെയ്യും? കട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വാസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്പേം ട്യൂബ് എന്നൊക്കെ പറയും, നമ്മുടെ ടെസ്റ്റിസിൽ നിന്ന് സ്പേം കൊണ്ടുപോകുന്ന ഒരു കുഴലാണ്. അത് നമ്മൾ എന്ത് ചെയ്യും? ഒരു സെന്റിമീറ്റർ കട്ട് ചെയ്ത് അത് ടൈ ചെയ്ത് വെക്കുന്ന ഒരു മെത്തേഡാണ് വാസക്ടമി എന്ന് പറയുന്നത്. ഓക്കെ, ഈ വാസക്ടമി ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. അതിന്റെ തന്നെ ഇപ്പം നോൺ സ്കാൽപ്പൽ വാസക്ടമി എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അതാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഒരു 48 മണിക്കൂറൊക്കെ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്ത് കഴിയുമ്പോൾ തിരിച്ച് 48 മണിക്കൂറൊന്നും വേണ്ട, നമുക്കൊരു 6 മണിക്കൂർ ഈ പ്രൊസീജിയർ മൊത്തത്തിൽ ഒരു 6 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു പോരാൻ പറ്റും. ഒരു 15 ദിവസം വെയിറ്റ് ഒന്നും എടുക്കരുത്, ബാൻഡേജ് ഒക്കെ ഒട്ടിച്ച് വെച്ച് നടക്കുക. ഒരു 3 മാസത്തേക്ക് സ്പേം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ 3 മാസത്തേക്ക് നമ്മൾ എന്തെങ്കിലും കോണ്ടമോ എന്തെങ്കിലും കൂടി യൂസ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അപ്പം അതുവരെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള, അതായത് കോണ്ടമോ അല്ലെങ്കിൽ ഈ ബാക്കിയുള്ള ഏതെങ്കിലും ഒരു സ്പേസിംഗ് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാര്യം ഒരു 3 മാസം എന്തായാലും നമ്മൾ സേഫ് ആയിട്ടുള്ള ഒരു ടൈം അല്ല, അതായത് സ്പേം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് ഉറപ്പ് വരുത്തി കഴിഞ്ഞിട്ട് ഒരു സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടുമ്പം ഈ സ്പേസിംഗ് മെത്തേഡ് യൂസ് ചെയ്യാതിരിക്കാൻ പറ്റത്തുള്ളൂ. അടുത്തത് ഫീമെയിൽസിന് യൂസ് ചെയ്യുന്നതാണ് ടുബക്ടമി. അതിൽ തന്നെ 2 തരത്തിലാണ് ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ പറയുന്നത്. ഒന്ന് പോസ്റ്റ് പാർട്ടം സ്റ്റെറിലൈസേഷനും ഉണ്ട്, പിന്നെ ഇന്റർവെൽ സ്റ്റെറിലൈസേഷനും ഉണ്ട്. പോസ്റ്റ് പാർട്ടം സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രഗ്നൻസിയിൽ നമ്മുടെ ഡെലിവറി കഴിഞ്ഞ് ഒരു 1 to 3 ഡേയ്സിന്റെ ഉള്ളിൽ ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം ചെയ്യുന്നതാണ് പോസ്റ്റ് പാർട്ടം സ്റ്റെറിലൈസേഷൻ. ഇന്റർവെൽ സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അതിനെ പറയുന്നതെന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ട്യൂബക്ടമി ഉണ്ട്, മിനി ലാപ്പ് ഓപ്പറേഷൻ ഉണ്ട്, ലാപ്പാരോസ്കോപ്പി ഉണ്ട്. ഈ മിനി ലാപ്പ് ഓപ്പറേഷൻ, ലാപ്പാരോസ്കോപ്പി എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ്. ഇതിന് മിനി ലാപ്പ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നമുക്ക് സബ് സെന്ററുകളിൽ വരെ നമ്മുടെ കേരളത്തിലില്ല, പുറത്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ്. ലാപ്പറോസ്കോപ്പി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ലാപ്പാരോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് വെച്ച് യൂസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. ഇതൊക്കെ ടെർമിനൽ മെത്തേഡ്സ് ആണ്, അതായത് ഫീമെയിൽസിന്റെ നമ്മുടെ ഫലോപ്പിയൻ ട്യൂബ് കട്ട് ചെയ്ത് വെക്കുന്ന ഓരോരോ മെത്തേഡ്സ് ആണ്. ഇതെല്ലാം ഇപ്പോഴത്തെ ഇന്ത്യയിലും ആണെങ്കിലും കേരളത്തിലാണെങ്കിലും വളരെയധികം കണ്ടുവരുന്ന മെത്തേഡ്സ് ആണ്. ഓർത്തു വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ വാസക്ടമി, ട്യൂബക്ടമി ഇത് രണ്ടും ടെർമിനൽ മെത്തേഡാണ്. വാസക്ടമി മെയിലിനും ട്യൂബക്ടമി ഫീമെയിലിനുമാണ്. അപ്പൊ അത് നമുക്ക് വാസ് ഡിഫറൻസ് എന്ന് ഓർക്കുമ്പോൾ തന്നെ വാസക്ടമി മെയിലിനാണെന്ന് ഓർക്കാം, എന്നൊരു കൺഫ്യൂഷൻ വരരുത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ് നമ്മുടെ 2 ടെർമിനൽ ആയിട്ടുള്ള മെത്തേഡ്. ഇനി ഇതിൽ നമ്മൾ ഓർത്തു വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ എലിജിബിൾ കപ്പിൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. എലിജിബിൾ കപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എലിജിബിൾ കപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു കറന്റ്ലി മാരിഡ് ആയിട്ടുള്ള കപ്പിള്, അതിൽ തന്നെ ആ വൈഫ് അവരൊരു റീപ്രൊഡക്റ്റീവ് ഏജ്, അതായത് 15 to 45 ഇയേഴ്സ്, ഒരു 30 വർഷം, ആ ഒരു കാലാവധി ഒരു കാലഘട്ടത്തിലുള്ള സ്ത്രീകളെയാണ് നമ്മൾ എലിജിബിൾ കപ്പിളിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുക. ഒരു 30 വർഷം, 15നും 45നും വയസ്സിനിടയിൽ പ്രായമുള്ള ഇപ്പൊ നിലവിൽ മാരിഡ് ആയിട്ടുള്ള സ്ത്രീകളെയാണ് നമ്മൾ എലിജിബിൾ കപ്പിളിനകത്ത് ഉൾപ്പെടുത്തുക. ഇതിന് ഈ എലിജിബിൾ കപ്പിളിന് നമ്മളൊരു രജിസ്റ്റർ ഉണ്ട്, എലിജിബിൾ കപ്പിൾ രജിസ്റ്റർ. അതാണ് ANM മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു രജിസ്റ്റർ ആണ്. അപ്പൊ ആ രജിസ്റ്ററിൽ നമ്മൾ എത്രത്തോളം എലിജിബിൾ കപ്പിൾ ഉണ്ട് എന്നുള്ളത് മെൻഷൻ ചെയ്തിരിക്കണം. പിന്നെ ഒരു 2 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് കപ്പിൾ പ്രൊട്ടക്ഷൻ റേറ്റ്, CPR എന്ന് പറയുന്നത്. കപ്പിൾ പ്രൊട്ടക്ഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മളുടെ ഈ കോൺട്രസെപ്റ്റീവ് ഡിവൈസസ് യൂസ് ചെയ്യുന്നതിൽ എത്ര ആൾക്കാരാണ്
അത് പ്രൊട്ടക്ട് ആയിട്ട് എത്രത്തോളം ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് കപ്പിൾ പ്രൊട്ടക്ഷൻ റേറ്റ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു പ്രിവലൻസ് അറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പം അതൊരു കപ്പിൾ പ്രൊട്ടക്ഷൻ റേറ്റ് CPR, അതൊന്നും ഓർത്ത് ചിലപ്പോൾ എക്സ്പാൻഷൻ ആയിട്ടും ചോദിക്കാം. പിന്നെ ഇതിലെ ഏറ്റവും അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, MTP. നമ്മൾ ഓൾറെഡി ഒന്ന് നേരത്തെ സാറ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. MTP ആക്ട് 1972 ഏപ്രിൽ 1 നിലവിൽ വന്നതെന്നും. ഈ MTP എന്ന് പറയുമ്പോൾ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ സിംപ്ലി പറഞ്ഞാൽ അബോഷൻ, അതായത് ഇൻ കേസ് പ്രഗ്നന്റ് ആയി പക്ഷെ ആ കുട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ടെർമിനേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷേ അത് നമുക്ക് എല്ലാ കേസിലും ചെയ്യാൻ പറ്റില്ല. ഏതൊക്കെ കണ്ടീഷൻസിലാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമ്മുടെ ആക്റ്റിൽ പറയുന്നുണ്ട്, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്റ്റിൽ. അതിലൊരു 5 കേസസ് ആണ് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് മെഡിക്കൽ, അതായത് ഈ പ്രഗ്നൻസി കാരണം അമ്മയ്ക്ക് എന്തെങ്കിലും അപകടങ്ങളോ, അതായത് ശാരീരികമായോ മാനസികമായിട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ആ കൊച്ചിനെ അബോർഷൻ ചെയ്യാം. ഇനി യൂജനിക് എന്ന് പറഞ്ഞാൽ ജനിക്കുന്ന കൊച്ചിന് എന്തെങ്കിലും കൺജനൈറ്റൽ അബ്നോർമാലിറ്റീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പം ടെക്നോളജി ഒക്കെ വളരെ അഡ്വാൻസ് ആണല്ലോ. അപ്പം നമ്മൾ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കൊച്ചിന് എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് തോന്നിയെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മെഡിക്കൽ ടെർമിനേഷനിലോട്ട് പോവാം. ഇനി ഹ്യൂമാനിറ്റേറിയൻ, അതായത് അമ്മ എന്തെങ്കിലും റേപ്പ് കാരണമാണ് ഈ പ്രഗ്നൻസി എന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രഗ്നൻസി എന്ത് ചെയ്യാം, ഒഴിവാക്കാം. ഇനി അടുത്തത് സോഷ്യോ എക്കണോമിക്, അതായത് കൊച്ചിനെ വളർത്താനോ അതിനൊന്നുമുള്ളൊരു സാഹചര്യം അവർക്കില്ല എന്നുണ്ടെങ്കിലും ഒഴിവാക്കാം. അടുത്തത് ഫെയിലുവർ ഓഫ് കോൺട്രാസെപ്റ്റീവ് ഡിവൈസ്, അതായത് നമ്മൾ കൊടുത്ത കോൺട്രാസെപ്റ്റീവ് കറക്റ്റ് ആയിട്ട് എഫക്റ്റ് ആവാത്തതുകൊണ്ടോ അവർ യൂസ് ചെയ്ത കോൺട്രാസെപ്റ്റീവ് കറക്റ്റ് അല്ലാത്തത് കൊണ്ടോ ആണ് ഇങ്ങനെ ഒരു പ്രഗ്നൻസി ഉണ്ടായെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ആ പ്രഗ്നൻസി ഒഴിവാക്കാം. പക്ഷേ ഈ ഒരു പ്രഗ്നൻസി ഉണ്ടായാലും അതൊരു 12 to 20 വീക്കിൻ്റെ ഉള്ളിലാണെങ്കിലാണ് നമുക്ക് ഈ മെഡിക്കൽ ടെർമിനേഷൻ പോസിബിൾ ആയിട്ടുള്ളൂ. അതായത് ഇന്ത്യൻ ആക്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ 20 ആഴ്ചയ്ക്ക് താഴെയുള്ളവർക്കാണ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പം നിലവിൽ പുതിയൊരു ആക്ട് 2022 വന്നതിൽ പറയുന്നത് 24 ആഴ്ച വരെ പോകാമെന്നാണ് പറയുന്നത്. ഐഡിയലി ഒരു 12 to 20 ആഴ്ചയാണ് ടെർമിനേഷന് പറ്റിയ ഒരു ടൈം എന്ന് പറയുന്നത്. ഇനി ഇൻ കേസ് 24 ആഴ്ച വരെ പോയാൽ അതും ഇപ്പം നിലവിലത്തെ നിയമം അനുസരിച്ചിട്ട് ഓക്കെ ആണ്. അപ്പൊ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡയലേഷൻ ആൻഡ് കൊറട്ടേജ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു സക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ഇതേപോലെ മെൻസ്ട്രൽ ഇൻഡക്ഷൻ, മെൻസ്ട്രൽ റെഗുലേഷൻ, ഇങ്ങനത്തെ മെത്തേഡ്സും ഒക്കെ അബോർഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഓറൽ അബോർട്ടിഫിഷ്യന്റ്, അതായത് മിഫെപ്രിസ്റ്റോണും മിഫെപ്രോസ്റ്റോണും, അത് മിസോപ്രോസ്റ്റോളും, അത് നിങ്ങൾ ഓർത്തു വെക്കണം, 2 ഗുളികകളാണ്, മിഫെപ്രിസ്റ്റോണും മിസോപ്രോസ്റ്റോളും. ഇതിനെ രണ്ടിനെയും നമ്മൾ ഓറൽ അബോർട്ടിഫയർ ആണ്, നമ്മൾ വായിൽ കൂടി എടുക്കുന്ന 2 ടാബ്ലറ്റ്സ് ആണ്. ഈ ടാബ്ലറ്റ്സ് വഴിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രഗ്നൻസി, അതായത് അബോർഷൻ സമയത്ത് അബോർഷൻ ചെയ്യാൻ താല്പര്യമുള്ള സ്ത്രീകളിൽ നമ്മൾ കൊടുക്കുന്ന 2 മരുന്നാണ്, മീൻസ് 2 ടാബ്ലറ്റ്സ് ആണിത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നത്. അപ്പൊ എൻ്റെ ഒരു പ്രതീക്ഷയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളിന്ന് പറഞ്ഞതൊന്ന് ഓടിച്ച് പറയാം. ഡെമോഗ്രാഫിക് സൈക്കിൾ 5 സ്റ്റേജ് ഉണ്ട്, ഇന്ത്യ 3rd സ്റ്റേജ് ആണെന്ന് പറഞ്ഞു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ഇമ്പോർട്ടൻസും, IgA ഇമ്യൂണോഗ്ലോബുലിൻസ് ആണ് അമ്മയിൽ നിന്ന് കൊച്ചിലേക്ക് കൈമാറുന്നത്. പിന്നെ വാക്സിനേഷൻ ഷെഡ്യൂൾ, അതിൽ ഓർത്ത് വെക്കേണ്ടത്, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ പ്രഗ്നന്റ് വുമണ്ടത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതായത് 3 വർഷത്തിനിടയിൽ പ്രഗ്നന്റ് ആയാൽ ആ അമ്മയ്ക്ക് 1 ഡോസേ കൊടുക്കുകയുള്ളൂ. ചിലപ്പോൾ അത് ട്രൂ ഓർ ഫോൾസ് ആയിട്ടോ അല്ലെങ്കിൽ 1 വേർഡ് ആയിട്ടോ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഫാമിലി പ്ലാനിങ് നമുക്കറിയാം, പ്രഗ്നൻസി റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻലി അതുകൊണ്ട് ഫോക്കസ് ചെയ്യുന്നത്. അതിൽ തന്നെ ഈ കോൺട്രസെപ്റ്റീവ് മെത്തേഡ് നിങ്ങൾക്ക് ഇനി ടെമ്പററി ആൻഡ് പെർമനന്റ് കോൺട്രസെപ്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞൊരു എസ്സേ ആയിട്ട് ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഹോർമോണൽ കോൺട്രസെപ്റ്റീവ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനി ഇതിനകത്തുള്ള എല്ലാ ഹെഡിങ്സും നമുക്ക് 2 മാർക്കായിട്ട് പ്രതീക്ഷിക്കാൻ പറ്റും. അതുകൊണ്ട് ഇത് ഫുള്ള് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ടെക്സ്റ്റിൽ വളരെ വ്യക്തമായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്, ഹെഡിങ് വൈസ് എഴുതി വെക്കുക. ഇതേപോലെ 1 2 3 4 5 എന്ന് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ വന്നാലും അറ്റൻഡ് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് എല്ലാ പോയിന്റും ഓർമ്മയില്ലെങ്കിലും ഈ 1 2 3 4 5 എന്ന് ഇട്ടിട്ട് അതിന്റെ അടിയിൽ എഴുതി പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് കാണുന്ന ആൾക്കാർക്ക് എന്താവും, കറക്റ്റ് ആയിട്ട് എല്ലാ പോയിന്റും എഴുതിയിട്ടുണ്ടെന്ന് മനസ്സിലാവും. ഓക്കെ,
ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഇനി എലിജിബിൾ കപ്പിൾ, MTP, CPR അതും കൂടി ഒന്ന് വായിച്ചിട്ട് പോവുക. ഇത്രയാണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. ഇനി എല്ലാവരും നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു കുറച്ച് വൺ ലൈനേഴ്സ്, കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും എങ്ങനെയാണ് താല്പര്യം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് നോക്കാം. ഇനി വേണ്ടാന്നാണെങ്കിൽ ഓക്കെ, അങ്ങനെ പോയിക്കോട്ടെ. സമയം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കാര്യമാണ്. നാളെ ഒരു ദിവസം കൂടിയേ ഉള്ളൂ, മറ്റന്നാളാണ് എക്സാം. അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും അത് കമന്റ് ഇട്ട് അറിയിക്കുക. അപ്പൊ ഇന്ന കമന്റിൽ നിങ്ങൾക്ക് വേണമെന്നാണ് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അതുകൂടി നോക്കുന്നതായിരിക്കും. എന്തായാലും അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയുക, നമ്മൾ അതനുസരിച്ചിട്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ അതിനായിട്ട് സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് അത് ഉൾപ്പെടുത്താതിരുന്നത്. ലാസ്റ്റ് എക്സാം ആണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. ഇനി എപ്പോഴെങ്കിലും കാണാൻ പറ്റട്ടെ എന്ന് എല്ലാവരും ആശംസിക്കുന്നു. ബൈ, ഗുഡ് നൈറ്റ്.